ാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ഈ ദേശത്തെയും ഇവിടെയുള്ള എല്ലാ ദൈവമക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഉച്ചത്തിൽ പ്രാർത്ഥിച്ച്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഉച്ചത്തിൽ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, സന്തോഷത്തോടെ ഹല്ലേലൂയാ. ഇരുന്നേ എല്ലാവരും. നമ്മുടെ ഈ കൺവെൻഷൻ്റെ മൂന്നാമത്തെ സന്ധ്യയിലേക്ക് കർത്താവ് നമുക്ക് ആയുസ്സും ആരോഗ്യവും ദൈവത്തെ തേടാനുള്ള മനസ്സും തന്ന് നമ്മെ കൂട്ടിക്കൊണ്ടു വരുന്ന അവിടുത്തെ കരുണയ്ക്ക് നന്ദി പറയാം. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയാണ്. കൊരിന്തോസ് ലേഖനത്തിൽ നമ്മൾ ഇന്നലെ വായിച്ചു, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ ക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെക്കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയേണ്ടതില്ലെന്ന് ഞാൻ വിചാരിച്ചു. പൗലോസ് പറയുകയാണ്. ഏത് സഭയോടാണ് പറഞ്ഞത്? കൊരിന്തോസിലെ സഭയോടാണ് പറഞ്ഞത്. ഏത് സ്ഥലത്തെ ശുശ്രൂഷയുടെ പരാജയം നൽകിയ കുറ്റബോധത്തിൽ നിന്നാണ് അദ്ദേഹം അത് പറയുന്നത്? ആഥൻസിലെ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ കൊരിന്തോസുകാരെ, ക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ, അതും ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ മറ്റൊന്നും നിങ്ങളോട് പറയേണ്ടതില്ലെന്നും നിങ്ങൾ അറിയേണ്ടതില്ലെന്നും ഞാൻ വിചാരിച്ചു. അതിൻ്റെ അനന്തരഫലമായി കൊരിന്തോസിലെ സഭയിൽ വലിയ മാനസാന്തരങ്ങളുണ്ടായി. കർത്താവിനെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ മാനസാന്തരങ്ങളുണ്ടായി, ജീവിതത്തിൽ നവീകരണം ഉണ്ടായി, ആത്മീയ പുരോഗതി ഉണ്ടായി, ഭൗതിക നന്മകളുണ്ടായി. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മൾ ഇന്നലെ രാത്രിയിൽ നമ്മൾ ബൈബിളിലൂടെ കടന്നുപോയി. പഴയ നിയമത്തിൽ മറഞ്ഞു കിടക്കുന്ന ക്രിസ്തുവിൻ്റെ സൂചനകൾ കണ്ടെത്തുകയായിരുന്നു. വളരെ ദീർഘമായ ഒരു യാത്ര നമ്മൾ ഇന്നലെ നടത്തി. നിങ്ങൾ വളരെ നന്നായിട്ട് സഹകരിച്ചു, നല്ലതുപോലെ ശ്രദ്ധിച്ചു. നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായോ? മനസ്സിലായി. പഴയ നിയമത്തിൽ വിവിധ സന്ദർഭങ്ങളിൽ ക്രിസ്തുവിനെ പിതാവായ ദൈവം മറച്ചു പിടിച്ചത്, അവിടെ നിന്ന് ക്രിസ്തു പതുക്കെ തെളിഞ്ഞ് വന്നത് നമ്മൾ തിരിച്ചറിഞ്ഞു. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് സുവിശേഷത്തിൻ്റെ മർമ്മപ്രധാനമായ ഒരടിസ്ഥാന തത്വമാണ്. അപ്പസ്തോലന്മാരുടെ വിശ്വാസ പ്രമാണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ആദിമസഭയിലെ ആദ്യത്തെ ഔദ്യോഗിക വിശ്വാസ പ്രമാണമാണ് അപ്പസ്തോലന്മാരുടെ വിശ്വാസ പ്രമാണം. അതാണ് നമ്മൾ ചൊല്ലുന്ന വിശ്വാസ പ്രമാണം. ചൊല്ലിക്കേ. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിൻ്റെ ദിവസങ്ങളിൽ പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി അവിടുന്ന് ജീവിച്ചിരിക്കുന്നവരെയും മതി. അപ്പസ്തോലന്മാരുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ രണ്ടാം ഭാഗം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം, പീഡാസഹനം, കുരിശുമരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, വിധിയാളനായുള്ള രണ്ടാം വരവ്. ഇതാണ് അപ്പസ്തോലന്മാരുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ രണ്ടാം ഭാഗം. ആദ്യ ഭാഗം സ്രഷ്ടാവും പിതാവുമായ ദൈവത്തിലുള്ള വിശ്വാസം. അപ്പോൾ ഈ രണ്ടാം ഭാഗത്ത് യേശുക്രിസ്തുവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നത്, അവിടുന്ന് പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനാൽ, പരിശുദ്ധ കന്യകാമറിയം ഗർഭം ധരിച്ച് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി അവിടുന്ന് കന്യകാമറിയത്തിൽ നിന്ന് മനുഷ്യ രൂപം സ്വീകരിച്ചു, മനുഷ്യനായി അവതരിച്ചു. അവിടുന്ന് പൊന്തിയോസ് പീലാത്തോസിൻ്റെ ദിവസങ്ങളിൽ പീഡകൾ സഹിച്ചു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു.
പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് യേശുവിൻ്റെ കുരിശുമരണത്തെ പറ്റിയാണ്. നമ്മൾ ഇന്നലെ ചിന്തിച്ചത് പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെ, മോശയിലൂടെ, സങ്കീർത്തനങ്ങളിലൂടെ കർത്താവായ യേശുക്രിസ്തു എങ്ങനെ വെളിപ്പെട്ട് വന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പുതിയ നിയമത്തിലെ 4 സുവിശേഷങ്ങളുടെയും അപ്പസ്തോലന്മാർ എഴുതിയ ലേഖനങ്ങളുടെയും വെളിച്ചത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ യാഥാർത്ഥ്യം എന്തായിരുന്നു, എന്താണ് യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ യഥാർത്ഥ ചിത്രം. ഞാൻ ചരിത്രത്തിലൂടെ നിങ്ങളെ യേശുവിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ആ കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. വളരെ ആയാസകരമായ ഒരു യാത്രയാണിത്. നമുക്ക് ഈ യാത്രക്കിടയിൽ ബൈബിൾ എടുക്കാൻ ചിലപ്പോൾ സന്ദർഭങ്ങൾ ഞാൻ തന്നു എന്ന് വരില്ല. കാരണം ഓരോന്നോരോന്ന് എടുത്തു പോയാൽ ഇത് പറയാൻ 10 ദിവസങ്ങൾ വേണ്ടിവരും. അതുകൊണ്ട് 10 ദിവസം കൊണ്ട് പറയേണ്ട കാര്യം 1.5 മണിക്കൂർ കൊണ്ട് പറയാൻ ഞാൻ വളരെ വേഗത്തിൽ പോകും. അപ്പം നിങ്ങൾ വളരെ സജീവമായ ഒരു ശ്രദ്ധ എനിക്ക് തരണം. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തിയോടെ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഉച്ചത്തി ഹല്ലേലൂയാ. നമ്മളിതിന് ആധാരമായി വചനമെടുക്കുന്നത് കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം. 1 കൊരിന്തോസ് 15-ാം അധ്യായം എടുക്കാം. 1 കൊരിന്തോസ് 15-ാം അധ്യായം. 1 കൊരിന്തോസ് 15:1 മുതലുള്ള വാക്യങ്ങളിൽ അടിസ്ഥാന സുവിശേഷം എന്താണെന്ന് പൗലോസ്ലീഹ എഴുതുകയാണ്. എന്താണ് അടിസ്ഥാന സുവിശേഷം? ഫണ്ടമെൻ്റൽസ് ഓഫ് ദ ഗോസ്പൽ, ബേസിക്സ് ഓഫ് ദ ഗോസ്പൽ. സുവിശേഷത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്താണ് പൗലോസ്ലീഹ എഴുതുകയാണ്. വായിക്കാം. 1 കൊരിന്തോസ് 15-ാം അധ്യായം 1 മുതൽ ഉച്ചത്തി വായിക്കാം. സഹോദരങ്ങളെ, നിങ്ങൾ സ്വീകരിച്ചതും നിങ്ങളുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നതും നിങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്തതുമായ സുവിശേഷം ഞാൻ എപ്രകാരമാണ് നിങ്ങളോട് പ്രസംഗിച്ചതെന്ന് ഇനി നിങ്ങളെ അനുസ്മരിപ്പിക്കാം. അതനുസരിച്ച് നിങ്ങൾ അചഞ്ചലരായി അതിൽ നിലനിന്നാൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാവുകയില്ല. എനിക്ക് ലഭിച്ചത് സർവപ്രധാനമായി കരുതി ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരുന്നത് പോലെ 3-ാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. ഒരിക്കൽ കൂടി ഉച്ചത്തി വായിക്കാം. അതിലെ ഓരോ വാക്കും ശ്രദ്ധിച്ച് വായിക്കണം. 1 കൊരിന്തോസ് 15-ാം അധ്യായം. 1 കൊരിന്തോസ് 15:1 മുതലുള്ള വാക്യങ്ങൾ ഉച്ചത്തി വായിക്കാം. സഹോദരങ്ങളെ, നിങ്ങൾ സ്വീകരിച്ചതും നിങ്ങളുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നതും നിങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്തതുമായ സുവിശേഷം ഞാൻ എപ്രകാരമാണ് നിങ്ങളോട് പ്രസംഗിച്ചതെന്ന് ഇനി നിങ്ങളെ അനുസ്മരിപ്പിക്കാം. അതനുസരിച്ച് നിങ്ങൾ അചഞ്ചലരായി അതിൽ നിലനിന്നാൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാവുകയില്ല. എനിക്ക് ലഭിച്ചത് സർവപ്രധാനമായി കരുതി ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. ഉച്ചത്തി വായിക്കാം. വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരുന്നത് പോലെ 3-ാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. ഒരിക്കൽ കൂടി അത് മാത്രം വായിക്കാം. 4-ാമത്തെ വാക്യം. വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരുന്നത് പോലെ 3-ാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. ഇതാണ് സുവിശേഷം. ഒരിക്കൽ കൂടി വായിക്കാം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരുന്നത് പോലെ 3-ാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. ഇതാണ് സുവിശേഷത്തിൻ്റെ അടിസ്ഥാന തത്വം. എഴുതപ്പെട്ടിരുന്നത് പോലെ ക്രിസ്തു പീഡകൾ സഹിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, യേശുവിൻ്റെ കുരിശുമരണത്തെ നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ ആന്തരിക അർത്ഥത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ചരിത്രപരമായ ഒരു അന്വേഷണമാണ് ഈ രാത്രിയിൽ നമ്മൾ നടത്തുന്നത്. എന്താണ് യേശുവിന് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു കുരിശിൽ തറയ്ക്കപ്പെട്ടത്? എങ്ങനെയാണ് യേശു മരിച്ചത്? യേശുവിൻ്റെ അന്ത്യദിനങ്ങളിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇതിനെ നമ്മൾ അടുക്കും ചിട്ടയോടും കൂടി യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് 4 സുവിശേഷങ്ങൾ പറയുന്നതിനെ നമ്മളൊരു വ്യക്തതയിൽ മനസ്സിലാക്കാൻ പോവുകയാണ്. നിങ്ങൾ നന്നായിട്ട് എൻ്റെ പിന്നാലെ വരണം. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. യേശുക്രിസ്തുവിനെ അംഗീകരിക്കാത്ത ആളുകളും യേശുക്രിസ്തുവിനെ ദൈവമായി അംഗീകരിക്കാത്ത ആളുകൾ പോലും
ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട പുസ്തകങ്ങൾ, ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ചരിത്രരേഖകൾ, പ്രത്യേകിച്ച് യഹൂദ ചരിത്രകാരരായ ജോസേഫൂസ്, ഒക്ടേവിയൻ തുടങ്ങിയ ചരിത്രകാരന്മാരുടെ ചരിത്രരേഖകളിൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവനൊരു അത്ഭുത പ്രവർത്തകൻ ആയിരുന്നു എന്നാണ്. ഒന്നാമത്തെ കാര്യം അതാണ്. യേശുവിനെ പുറം ലോകം കണ്ടിരുന്നത് ഒരു അത്ഭുത പ്രവർത്തകനായിട്ടാണ്. പുറം ലോകം യേശുവിനെ തിരിച്ചറിഞ്ഞത് ഒരു മിറക്കിൾ വർക്കറായിട്ടാണ്, അത്ഭുത പ്രവർത്തകനായിട്ടാണ്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അതിനെ തുറന്ന് ഹല്ലേലൂയാ. യേശുക്രിസ്തുവിനെ കുറിച്ച് പുറം ലോകത്തിന് മനസ്സിലായിരുന്നത് അവൻ ദൈവമാണ്, കർത്താവാണ്, ഇതെല്ലാം വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. പുറം ലോകം ആ കാലഘട്ടത്തിൽ യേശുവിനെ മനസ്സിലാക്കിയിരുന്നത് ആരായിട്ടാണ്? ഒരു അത്ഭുത പ്രവർത്തകനായിട്ടാണ്. ഈശോ ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതായി ആ കാലഘട്ടത്തിലുള്ളവർക്ക് അറിയാമായിരുന്നു. അവരതിനെക്കുറിച്ച് എഴുതി വച്ചിട്ടുണ്ട്. യേശു ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ അത്ഭുത പ്രവർത്തകനായ യേശുക്രിസ്തു തനിക്ക് വേണ്ടി ഒരത്ഭുതവും പ്രവർത്തിച്ചിട്ടില്ല. ഇതാണ് യേശുവിൻ്റെ അത്ഭുത പ്രവർത്തന ശേഷിയുടെ അടിസ്ഥാനപരമായ ഒരു തത്വം. യേശു തനിക്ക് വേണ്ടി ഒരത്ഭുതവും പ്രവർത്തിച്ചിട്ടില്ല. ഉദാഹരണത്തിന്, തനിക്ക് വിശന്നപ്പോൾ കല്ലുകളെ അപ്പമാക്കി മാറ്റിയിട്ടില്ല. തനിക്ക് ദാഹിച്ചപ്പോൾ ശൂന്യതയിൽ നിന്ന് വെള്ളം ഉണ്ടാക്കിയിട്ടില്ല. തന്നെ ആക്രമിച്ചവർക്കെതിരെയോ പിടിക്കാൻ വന്നവർക്കെതിരെയോ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചവർക്കെതിരെയോ സ്വന്തം അത്ഭുത പ്രവർത്തന ശേഷി ഉപയോഗിച്ച് എന്തെങ്കിലും കർത്താവ് ചെയ്യുന്നതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ബൈബിളിന് പുറത്തും അങ്ങനെ രേഖകളില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവ് നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചു. അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ദൈവം യേശുക്രിസ്തുവിന് നൽകിയ ആ ശക്തി ഉപയോഗിച്ച് എല്ലാവർക്കും നന്മ ചെയ്ത് അവൻ ചുറ്റി സഞ്ചരിച്ചുവെന്നാണ് സുവിശേഷങ്ങൾ യേശുവിനെ കുറിച്ച് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? സുവിശേഷങ്ങൾ യേശുവിനെ കുറിച്ച് പറയുന്നത് അവൻ നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചു. അവൻ നന്മ ചെയ്ത് ഇങ്ങനെ നടന്നു പൊക്കോണ്ടിരുന്നു. എല്ലായിടത്തും അവൻ നന്മ ചെയ്തുകൊണ്ടിരുന്നു. ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവൻ നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ നന്മ ചെയ്ത് സഞ്ചരിച്ച അവൻ തൻ്റെ ശക്തി ഉപയോഗിച്ച് ഒരിക്കൽ പോലും മറ്റൊരാളെ കീഴ്പ്പെടുത്താനോ മറ്റൊരാളെ നശിപ്പിക്കാനോ മറ്റൊരാൾക്ക് ദോഷം വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ തുനിഞ്ഞില്ല എന്നുള്ളതാണ് യേശുവിൻ്റെ ഒരു പ്രത്യേകത. ആമുഖമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. 3 വർഷമാണ് യേശുവിൻ്റെ പരസ്യ ജീവിതം. ആ 3 വർഷത്തെ പരസ്യ ജീവിതത്തെ സുവിശേഷകന്മാർ സംഗ്രഹിച്ച് പറയുന്നത് അവൻ നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചു എന്നാണ്. അങ്ങനെ നന്മ മാത്രം ചെയ്ത് സഞ്ചരിച്ച ഒരു വ്യക്തി ഒടുവിൽ വധിക്കപ്പെട്ടു. 3 വർഷമാണ് അവൻ്റെ പരസ്യ ജീവിതം. 30 വയസ്സ് വരെ അവൻ്റെ ജീവിതത്തെക്കുറിച്ച് പൊതുജനത്തിന്, സാമാന്യ ജനത്തിന് കാര്യമായ അറിവുകളില്ല. ആകെക്കൂടി യേശുക്രിസ്തുവിനെ പൊതുജനം കണ്ടത് 3 വർഷമാണ്. ആ 3 വർഷം നന്മ മാത്രം ചെയ്ത് സഞ്ചരിച്ച, നന്മ മാത്രം ചെയ്ത് യാത്ര ചെയ്ത യേശുവിനെ അവർ വധിച്ചു. യേശുവിനെ കഴുത്ത് വെട്ടിയല്ല കൊല്ലുന്നത്, കത്തി കുത്തിയല്ല കൊല്ലുന്നത്, ശ്വാസം മുട്ടിച്ചല്ല കൊല്ലുന്നത്. യേശുവിനെ കൊല്ലുന്നത് കുരിശിൽ തറച്ചാണ്. കുരിശിൽ തറയ്ക്കപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തു മരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ കുരിശു മരണം, യേശുവിൻ്റെ വധശിക്ഷ, ഒരു കോടതി ഒരു കുറ്റവാളിയെ വിചാരണ ചെയ്ത് ഒരു കുറ്റവാളിക്ക് കൊടുക്കുന്ന മരണശിക്ഷ, ഒരു ജുഡീഷ്യൽ മേർഡർ, ഒരു കുറ്റവാളിയെ തൂക്കിക്കൊല്ലുന്നത്, അതായിരുന്നു യേശുവിൻ്റെ മരണം. യേശു മരിച്ചത് അല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു മരണമല്ല. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ചില കാര്യങ്ങൾക്ക് വ്യക്തത വരാൻ നമുക്ക് അങ്ങനെ പറഞ്ഞു പോയേ പറ്റൂ. യേശുവിനെ കുരിശിൽ തറച്ചാണ് കൊന്നത്. പേർഷ്യക്കാരാണ് കുരിശ് മരണം കണ്ടുപിടിച്ചത്. കഴുമരത്തിൽ തൂക്കിക്കൊല്ലുന്ന ആ കൊലപ്പെടുത്തുന്ന രീതി, ആ ശിക്ഷാ സമ്പ്രദായം കണ്ടുപിടിച്ചത് പേർഷ്യൻ ജനതയാണ്. റോമാക്കാർ ആ ശിക്ഷാവിധി അവർ ഏറ്റെടുക്കുകയായിരുന്നു. കുറ്റവാളിയുടെ രക്തം ഭൂമിയിൽ വീണാൽ ഭൂമിക്ക് ശാപമുണ്ടാകും എന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് കുരിശു മരണം എന്ന ശിക്ഷാ സമ്പ്രദായം അവർ രൂപപ്പെടുത്തിയത്. റോമാക്കാർക്ക് നാട്ടിൽ നീതിയും നിയമവും സ്ഥാപിക്കാൻ ആളുകളെ ഭയപ്പെടുത്തണമായിരുന്നു. അതുകൊണ്ട് മനുഷ്യരെ ഭയപ്പെടുത്താൻ വേണ്ടി, മനുഷ്യരുടെ ഉള്ളിൽ ഭയമുണ്ടാക്കാൻ വേണ്ടി അവർ പൊതുനിരത്തുകളിൽ, മനുഷ്യർ കാണുന്ന ഇടങ്ങളിൽ മനുഷ്യരെ കുരിശിൽ തറച്ച് കൊല്ലുമായിരുന്നു. റോമൻ പട്ടാളം അങ്ങനെ ഏതാണ്ട് 5000-ഓളം ആളുകളെ കുരിശിൽ തറച്ച് കൊന്നിട്ടുണ്ട് എന്നാണ് ചരിത്രരേഖകൾ. ചൊത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ചൊത്തി പറഞ്ഞേ ഹല്ലേലൂയാ.
അപ്പോൾ യേശു ക്രിസ്തു ഈ 5000 പേരോളം കുരിശിൽ തറയ്ക്കപ്പെട്ട് കൊല്ലപ്പെട്ട 5000 പേരിലെ ഒരാളാണ് യേശു ക്രിസ്തു. പക്ഷെ അവൻ്റെ മരണം ലോക ചരിത്രത്തിലെ വ്യത്യസ്തമായ ഒരു മരണമായി മാറി. ഇതൊരു ജുഡീഷ്യൽ മർഡർ ആയിരുന്നു. ഒരു കോടതി വിചാരണ നടത്തി വിധി പ്രഖ്യാപിച്ചതാണ് ഇവനെ കുരിശിൽ തറച്ച് കൊല്ലണം എന്ന ശിക്ഷാവിധി. ഇനി കുരിശിൽ തറയ്ക്കുമ്പോൾ അവനെ ആണിയടിച്ചാണ്, നിങ്ങൾക്കറിയാം, ആണിയടിച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ കൈത്തണ്ടയിലല്ല ആണിയടിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുള്ള ചിത്രങ്ങളിലൊക്കെ യേശുവിൻ്റെ കയ്യിലെ കുരിശടയാളത്തിൻ്റെ ആണിപ്പാട് ഈ കൈത്തണ്ടയിൽ, ഈ കൈവെള്ളയിലാണ്. കൈവെള്ളയിലല്ല ആണിയടിക്കുന്നത്. കൈവെള്ളയിൽ ആണിയടിച്ചാൽ, ഇങ്ങനെയാണ് കുരിശുമരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന രേഖകൾ പറയുന്നത്, കൈവെള്ളയിൽ ആണിയടിച്ചാൽ ഈ വിരലുകൾക്കിടയിലൂടെ ആ ആണി പറഞ്ഞു പോവും. ആ ആണിയിൽ നിന്ന്, ആ ആണിയുടെ ബലത്തിൽ നിന്ന് ശരീരം ഊർന്ന് താഴെ പോവും. ഈ വിരലുകൾക്കിടയിലുള്ള വിടവുകളിലൂടെ ഈ കൈവെള്ളയിൽ ആണിയടിച്ചാൽ. അതുകൊണ്ട് ആണി അടിച്ചിരുന്നത് ഈ റിസ്റ്റിലാണ്, കൈത്തണ്ടയിലാണ്. കൈത്തണ്ടയിൽ, നിങ്ങളുടെ കൈത്തണ്ടയിൽ കുത്തി നോക്കിയാൽ അവിടെ ഒരു വിടവുണ്ട്. അവിടെ ആണി അടിച്ചാൽ ആ 2 എല്ലുകൾക്ക് നടുവിൽ ഈ ആണി ഭദ്രമായി സുരക്ഷിതമായി നിന്നുകൊള്ളും. ഈ ആണി ഊരിപ്പോരില്ല, ആണിയിൽ നിന്ന് ശരീരം ഊരി താഴേക്ക് പോവില്ല. അതുപോലെ തന്നെ കാലിൻ്റെ കണ്ണയിലാണ് ആണിയടിക്കുന്നത്, കാൽപാദങ്ങളിലല്ല, ആങ്കിൾസിലാണ് ആണിയടിക്കുന്നത്. അതിൻ്റെയും പിന്നിലുള്ള തത്വം ഇതാണ്, ആ ആണിയിൽ നിന്ന് ശരീരം ഊരി മാറിപ്പോവാതിരിക്കാൻ. അപ്പോൾ അങ്ങനെ കുരിശിൽ തറച്ച് കൊല്ലുമ്പോൾ ഈ ആരെയാണോ കുരിശിൽ തറയ്ക്കുന്നത് ആ വ്യക്തിയെ പൂർണ്ണ നഗ്നനായിട്ടാണ് കുരിശിൽ തറച്ച് കൊല്ലുന്നത്. ഞാൻ ഇത്രയും വിശദമായി ഇതിനെക്കുറിച്ച് പറയുന്നത്, ലോക ചരിത്രം കണ്ടുപിടിച്ച, മാനവരാശി മെനഞ്ഞെടുത്ത ഏറ്റവും ഹീനമായ ശിക്ഷാസമ്പ്രദായമായിരുന്നു കഴുമരത്തിലേറ്റി കൊല്ലുക എന്നത്, കുരിശിൽ തറച്ച് കൊല്ലുക എന്നത്. എക്സ്ക്രൂഷിയേറ്റിംഗ് എന്നൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ. എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ, അത് അസാധാരണമായ അതിതീവ്രമായ വേദനയെ സൂചിപ്പിക്കുന്ന വാക്കാണ്. അത് ഈ കുരിശു മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ വാക്കാണത്. അതായത് കുരിശിൽ തറച്ച് കിടക്കുന്ന വ്യക്തി, യേശുക്രിസ്തു മരിക്കുന്നത് എത്ര സമയത്തിനുള്ളിലാണ്? യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നത് എത്ര മണിക്കാണെന്നറിയാമോ? രാവിലെ 9 മണിക്കാണ്. യേശു കുരിശിൽ മരിക്കുന്നത് എത്ര മണിക്കാണ്? ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ്. അപ്പോൾ യേശു കുരിശിൽ കിടന്ന സമയം ഏതാണ്ട് 6 മണിക്കൂറാണ്. യേശു ക്രിസ്തു ഒടുവിൽ പടയാളികൾ വൈകുന്നേരം 6 മണിയാവുമ്പോൾ വന്ന് നോക്കുമ്പോൾ യേശു ഓൾറെഡി മരിച്ചിരുന്നു എന്നവർ കാണുകയാണ്. അതായത് കർത്താവ് വൈകുന്നേരത്തിന് മുമ്പ് തന്നെ മരിച്ചു. ഈ 6 മണിക്കൂറിനുള്ളിൽ കർത്താവ് മരിച്ചു. എന്നാൽ കുരിശിൽ തറയ്ക്കപ്പെടുന്ന വ്യക്തി ഏതാണ്ട് 2 ദിവസം മുതൽ 7 ദിവസം വരെ കുരിശുമരത്തിൽ തൂങ്ങിക്കിടക്കും. പരമാവധി 7 ദിവസം വരെ ഈ വ്യക്തി കുരിശുമരത്തിൽ ജീവനോടെ തൂങ്ങിക്കിടക്കും. അതായിരുന്നു കുരിശിൽ തറച്ചാൽ ഉള്ള ആ ശിക്ഷാ സമ്പ്രദായത്തിൻ്റെ ഒരു പ്രത്യേകത. അതായത് ഈ വ്യക്തി ഇഞ്ചിഞ്ചായിട്ടാണ് മരിക്കുന്നത്. 2 ദിവസം മുതൽ 7 ദിവസം വരെ ദീർഘമായ സമയമെടുത്താവും ഈ വ്യക്തി മരിക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ട്, സുവിശേഷങ്ങളിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ട്, സന്ധ്യയാവുമ്പോൾ പിറ്റേ ദിവസം സാബത്തായിരുന്നതിനാൽ ശവശരീരങ്ങൾ കുരിശിൽ കിടക്കാൻ പാടില്ല എന്ന് യഹൂദന്മാർ തീരുമാനിച്ചിരുന്നത് കൊണ്ട് പടയാളികൾ വന്ന് യേശുവിനോടൊപ്പം കുരിശിൽ തറയ്ക്കപ്പെട്ടിരുന്ന 2 പേരുടെ കണങ്കാലുകൾ തകർത്തു. കണങ്കാലുകൾ എന്തിനാണ് തകർക്കുന്നത്? കണങ്കാല് തകർക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ, ഈ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന വ്യക്തി, എന്നെ ശ്രദ്ധിക്കുക, കൈകളിലും കാലുകളിലും ആണിയടിക്കപ്പെട്ട് കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന വ്യക്തി ആയാസപ്പെട്ടാണ് ശ്വാസം എടുക്കുന്നത്. കൈകാലുകളിൽ ആണിയടിക്കപ്പെട്ട് കുരിശിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നൊരു വ്യക്തി ശ്വാസം എടുക്കാൻ പ്രയാസമാണ്. അപ്പോൾ വല്ലാത്തൊരു സഫോക്കേഷൻ ഈ വ്യക്തിക്കുണ്ടാവും, ശ്വാസം മുട്ടും. അപ്പോൾ ഈ വ്യക്തി ജീവിച്ചിരിക്കാൻ വേണ്ടി, ജീവൻ നിലനിർത്താൻ വേണ്ടി ആയാസപ്പെട്ട് ശ്വാസം എടുക്കുന്നത് ഈ 2 കാലിലും ബലം കൊടുത്തിട്ടാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? കുരിശിൽ തറയ്ക്കപ്പെട്ട ഈശോയുടെ കുരിശിൻ്റെ രൂപം ഇവിടെ ഉണ്ടെങ്കിൽ ഇതേ നോക്കിക്കോ. ഈ ഈശോയുടെ കുരിശിൻ്റെ കാലിലേക്ക് നിങ്ങൾ നോക്കിക്കോ. ആ കാലിൽ ബലം കൊടുത്തിട്ടാണ് ഈ കുറ്റവാളി, കാലിൽ ബലം കൊടുത്ത് ശക്തി എടുത്തിട്ടാണ് ശ്വസിക്കുന്നത്. തൂങ്ങിക്കിടക്കാണ് ആള്. അപ്പോൾ ശ്വാസം മുട്ടുന്ന സമയത്ത് കാലിൽ നല്ല ബലം കൊടുത്തിട്ട് ശ്വസിക്കും. അങ്ങനെ ശ്വസിച്ച് ജീവൻ നിലനിർത്തിയാണ് 2 ദിവസം മുതൽ 7 ദിവസം വരെ
ഈ മരിക്കാനുള്ള സാധ്യത നീളും. എന്തുകൊണ്ടാണ് കുറ്റവാളികളിൽ 2 പേരുടെ കണങ്കാല് തകർത്തത്? കാല് തകർത്താൽ പിന്നീട് ഇവർക്ക് കാലിൽ ബലം കൊടുത്ത് ശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ ശ്വാസം കിട്ടാതെ, പ്രാണവായു കിട്ടാതെ ഇവർ ചങ്കുപൊട്ടി മരിക്കും. അങ്ങനെ ശ്വാസം മുട്ടിയാണ് കുരിശിൽ തറയ്ക്കപ്പെട്ട വ്യക്തി, കുറ്റവാളി മരിക്കുന്നത്. യഥാർത്ഥത്തിൽ സഫോക്കേഷൻ വന്നിട്ടാണ്, ശ്വാസം മുട്ടിയാണ്. ഇതായിരുന്നു കുരിശ് മരണം. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അതിനെ തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്: നന്മ മാത്രം ചെയ്ത് ചുറ്റി സഞ്ചരിച്ചൊരു വ്യക്തിയെ എന്തിനാണ് ആ കാലം കുരിശിൽ തറച്ചത്? നമ്മൾ ആ അന്വേഷണത്തിലേക്ക് പോവുകയാണ്. നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെ എന്തിനാണ് അവൻ്റെ കാലം കുരിശിൽ തറച്ചത്? എന്തിനാണ് അവനെ കുരിശിൽ തറച്ച് കൊന്നത്? ഇതിന് ഉത്തരം കിട്ടണമെങ്കിൽ യേശു ജനിച്ചു വീണ കാലത്തെക്കുറിച്ച് മനസ്സിലാക്കണം. യേശു ജനിച്ചു വീണത് സ്വാതന്ത്ര്യത്തോടെ യഹൂദ ജനത ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അല്ല. യേശു ജനിച്ചു വീണത് ശത്രു രാജ്യത്താൽ കൈവശപ്പെടുത്തപ്പെട്ട ഒരു ദേശത്താണ് യേശു ജനിച്ചു വീണത്. എന്ന് പറഞ്ഞാൽ, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് ഇന്ത്യൻ ഭരണചക്രത്തിന്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണവ്യവസ്ഥയ്ക്ക്, ഇന്ത്യയുടെ ഭരണകൂടത്തിന്, ഇന്ത്യ ഗവൺമെൻറ്റിന് സ്വാതന്ത്ര്യമില്ലാത്ത വിധത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ മേൽ ആധിപത്യം പുലർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഗാന്ധിജി ജനിച്ചു വീണ ഇന്ത്യ അടിമത്തത്തിൻ്റെ ഇന്ത്യയാണ്. സുഭാഷ് ചന്ദ്രബോസും ജവഹർലാൽ നെഹ്റുവും ഒക്കെ ജനിച്ചു വീണ ഇന്ത്യ അടിമത്തത്തിൻ്റെ ഇന്ത്യയാണ്. എന്ന് പറഞ്ഞാൽ മറ്റൊരു രാജ്യം വന്ന് ഈ രാജ്യത്തിൻ്റെ മേൽ ആധിപത്യം ഉറപ്പിച്ചിരുന്ന ഒരു രാജ്യത്താണ് യേശുക്രിസ്തു പിറന്നു വീണത്. റോമൻ ആധിപത്യം ഇസ്രായേലിൽ നിലനിൽക്കുമ്പോഴാണ് യേശുക്രിസ്തു പിറന്നു വീഴുന്നത്. ഇനി ഒരല്പം ശ്രദ്ധ നന്നായിട്ട് നിങ്ങൾ എനിക്ക് തരണം. എല്ലാം ആരംഭിച്ചത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. 70 വയസ്സുള്ള ഒരു മനുഷ്യൻ, സ്വന്തമായി വീടുണ്ടായിരുന്ന ഒരു മനുഷ്യൻ, സ്വന്തമായി സമ്പത്തും സംവിധാനങ്ങളും സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ഒരിക്കലൊരു രാത്രിയിൽ ദൈവം വിളിക്കുകയാണ്: അബ്രാം, നീ വീട് വിട്ടിറങ്ങി ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകണം. സുഖസൗകര്യങ്ങളുടെ മടിത്തട്ടിൽ, ധാരാളിത്തത്തിൻ്റെ മടിത്തട്ടിൽ, സന്തോഷത്തിൻ്റെയും സൗകര്യങ്ങളുടെയും നടുവിൽ ജീവിച്ചിരുന്നൊരു മനുഷ്യനെ ദൈവം ആ രാത്രിയിൽ വിളിച്ചെഴുന്നേൽപ്പിച്ച് പിറ്റേ പ്രഭാതത്തിൽ ഈ മനുഷ്യൻ യാത്ര തിരിക്കുകയാണ്. ജീവിതകാലം മുഴുവൻ അയാൾ കൂടാരങ്ങളിൽ താമസിച്ചു. അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് ഇസഹാക്ക്, അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് യാക്കോബ്. യാക്കോബിന് 12 മക്കൾ. 12 മക്കൾ ഒടുവിൽ ഈജിപ്തിൽ എത്തിച്ചേരുന്നു. ഒരു തലമുറ കഴിഞ്ഞ് ഈജിപ്തിൽ അവർ അടിമകളായി മാറുന്നു. ഈജിപ്തിൻ്റെ അടിമപ്പാളയത്തിൽ നിന്ന് നിലവിളിച്ച് കരഞ്ഞൊരു ജനതയെ രക്ഷിക്കാൻ മോശ എന്ന പ്രവാചകനെ ദൈവം അയക്കുന്നു. മോശയുടെ നേതൃത്വത്തിൽ ഏതാണ്ട് 400 വർഷം നീണ്ട അടിമത്തത്തിൻ്റെ ഒടുവിൽ ഇസ്രായേൽ ജനത ഈജിപ്തിൽ നിന്ന് അത്ഭുതകരമായി ദൈവത്തിൻ്റെ മഹനീയ പ്രവൃത്തികളുടെ ഒടുവിൽ പുറത്തു കടക്കുന്നു. ചെങ്കടൽ 2 വെട്ടിമുറിച്ചും മരുഭൂമിയിലൂടെ 40 വർഷം നടത്തിയും ഈ ജനതയെ ദൈവം കാനാൻ ദേശത്ത്, അതായത് ഇന്നത്തെ ഇസ്രായേലിൽ എത്തിക്കുന്നു. കാനാൻ ദേശത്ത് ആ ജനത, ദൈവം അബ്രഹാമിന് നൽകിയ വാഗ്ദാനമാണ് കാനാൻ ദേശം. ഈ കാനാൻ ദേശത്ത് ആ ജനത എത്തിച്ചേരുന്നത് 1000 വർഷം കഴിഞ്ഞിട്ടാണ്. അബ്രഹാമിനെ വിളിച്ച് 1000 വർഷം കഴിഞ്ഞിട്ടാണ് കാനാൻ ദേശത്ത് അബ്രഹാമിൻ്റെ മക്കൾ സമാധാനത്തോടെ താമസിക്കാൻ തുടങ്ങുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. അങ്ങനെ 1000 വർഷം കഴിഞ്ഞ് സമാധാനത്തോടെ കാനാൻ ദേശത്ത് താമസം ആരംഭിച്ച ആ ജനത ദൈവം നൽകിയ കൽപ്പനകൾ ലംഘിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ കൽപ്പനകൾ അവർ ലംഘിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ കൽപ്പന മാനിക്കാതിരുന്നു. ദൈവത്തിൻ്റെ കൽപ്പന അവർ തെറ്റിച്ചു. അങ്ങനെ 1000 വർഷം കൊണ്ട് നേടിയെടുത്ത രാജ്യം, രാജാവ്, ഭരണകൂടം, ദേവാലയം എല്ലാം അവർക്ക് 500 കൊല്ലം കൊണ്ട് നഷ്ടപ്പെട്ടു. 1500 വർഷം കഴിയുമ്പോൾ, അബ്രഹാമിനെ വിളിച്ച് 1500ഓളം വർഷം കഴിയുമ്പോൾ അവർ ജന്മനാട്ടിൽ നിന്ന് വീണ്ടും പ്രവാസത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. അവർ ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോകപ്പെടുന്നു. 1000 വർഷം കൊണ്ട് നേടിയെടുത്ത സ്വാതന്ത്ര്യം 500 കൊല്ലം കൊണ്ട് നഷ്ടപ്പെടുത്തി ആ ജനത ബാബിലോണിൽ അടിമകളായി മാറുന്നു. ബാബിലോൺ അടിമത്തത്തിൽ കഴിഞ്ഞ ജനത 70 കൊല്ലം കഴിഞ്ഞ് അടിമത്തത്തിൽ നിന്ന് എസ്രായുടെയും നെഹമിയായുടെയും നേതൃത്വത്തിൽ ജന്മനാട്ടിലേക്ക് തിരിച്ചു വരുന്നു. ജന്മനാട്ടിലേക്ക് അവർ തിരിച്ചു വന്നെങ്കിലും പിന്നീട് സിറിയക്കാർ, ഈജിപ്തുകാർ, ഗ്രീക്കുകാർ, റോമാക്കാർ, ഇങ്ങനെ 4 ഭരണകൂടങ്ങൾ പിന്നീട് അവരുടെ മേൽ ആധിപത്യം പുലർത്തുന്നു. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ബാബിലോൺ അടിമത്തത്തിൽ നിന്ന് ഈ ജനത പുറത്തു വന്ന് ഇസ്രായേലിലേക്ക് മടങ്ങിയെത്തിയെങ്കിലും പിന്നീട് അവർ സിറിയക്കാരുടെ
ഈജിപ്തുകാരുടെ, യവനന്മാരുടെ, ഗ്രീക്കുകാരുടെ, പിന്നെ ഏറ്റവും ഒടുവിൽ റോമാക്കാരുടെ ആധിപത്യത്തിൻ്റെ കീഴിലാണ് യേശുക്രിസ്തു ജനിച്ചു വീഴുന്ന സമയത്തും യേശുവിൻ്റെ മരണസമയത്തും അപ്പസ്തോലന്മാരുടെ കാലത്തുമെല്ലാം റോമൻ ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിലാണ് പിന്നീട് ആ ജനത ജീവിച്ചിരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിൽ സിറിയക്കാർ അവരെ ഉപദ്രവിച്ചു, ഈജിപ്തുകാർ അവരെ ഉപദ്രവിച്ചു. ഏറ്റവും കൂടുതൽ ഉപദ്രവം ചെയ്ത ഒരു ജനതയുടെ പേരാണ് ഗ്രീക്കുകാർ. ഈ ഗ്രീക്കുകാരുടെ കൂട്ടത്തിൽ കുപ്രസിദ്ധനായ ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിൻ്റെ പേരാണ് അന്തിയോക്കസ് എപ്പിഫാനസ്. നിങ്ങൾ മക്കബായരുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ, 1 മക്കബായർ 2 മക്കബായർ തുടങ്ങിയ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ പേര് നിങ്ങൾക്ക് പരിചയമുണ്ടാവും. അന്തിയോക്കസ് എപ്പിഫാനസ്. അന്തിയോക്കസ് എപ്പിഫാനസ് എന്ന് പറയുന്ന രാജാവ് ആകെക്കൂടി ഗ്രീക്കുകാരെ ഭരിച്ചത് 3.5 കൊല്ലമാണ്. 3.5 കൊല്ലം. വെളിപാട് പുസ്തകത്തിലെ അന്തിക്രിസ്തുവിൻ്റെ പ്രതീകമാണ് അന്തിയോക്കസ് എപ്പിഫാനസ്. എതിർ ക്രിസ്തുവിൻ്റെ പ്രതീകമാണ്. അത് പോട്ടെ. അപ്പോൾ ഈ അന്തിയോക്കസ് എപ്പിഫാനസ് എന്ന് പറയുന്ന ഈ വ്യക്തി എന്ത് ചെയ്യുന്നറിയാമോ? സേവൂസ് ദേവൻ്റെ പ്രതിമ കൊണ്ടുവന്ന് ജെറുസലേം ദേവാലയത്തിനകത്ത് സ്ഥാപിച്ചു. ഗ്രീക്കുകാരുടെ ദൈവമായ സേവൂസിൻ്റെ വിഗ്രഹം കൊണ്ടുവന്ന് ജെറുസലേം ദേവാലയത്തിനകത്ത് പ്രതിഷ്ഠിച്ചു. പിന്നെ അയാൾ ചെയ്തത്, ജെറുസലേം ദേവാലയത്തിലെ ബലിപീഠത്തിൽ യഹൂദർക്ക് നിഷിദ്ധമായിരുന്ന പന്നിയെ അയാൾ ബലി കഴിച്ചു. ജെറുസലേം ദേവാലയം അയാൾ വേശ്യാലയമാക്കി മാറ്റി. വേശ്യാ സ്ത്രീകളെ ജെറുസലേം ദേവാലയത്തിൻ്റെ പല ഭാഗത്ത് കൊണ്ടുപോയി നിർത്തി അതൊരു ബ്രോത്തൽ ഹൗസായിട്ട് മാറ്റി. ആരാണ്? അന്തിയോക്കസ് എപ്പിഫാനസ്. ഈ കാലഘട്ടത്തിലാണ് മക്കബായരുടെ വിപ്ലവം നടക്കുന്നത്. നിങ്ങൾ ആ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ മക്കബായ വിപ്ലവം നടക്കുന്നത് ഈ അന്തിയോക്കസ് എപ്പിഫാനസിൻ്റെ കാലത്താണ്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെ അതിനുശേഷം പിന്നീട് ഗ്രീക്കുകാരുടെ ആധിപത്യം കഴിഞ്ഞ് പിന്നീട് ഇസ്രായേൽ ജനതയെ അടിമകളാക്കി വെക്കുന്ന ജനതയുടെ പേരാണ് റോമൻ ഭരണകൂടം. ഇത്രയും പിടികിട്ടിയോ? റോമാക്കാരുടെ അടിമത്തത്തിൽ അവർ ജീവിച്ചിരുന്ന കാലത്താണ് യേശു ക്രിസ്തു ജനിക്കുന്നത്. ഉദാഹരണത്തിന് മറ്റേതെങ്കിലും ഒരു കാലത്താണ്, ഉദാഹരണത്തിന് ഈജിപ്തിൽ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന കാലത്താണ് യേശു ജനിക്കുന്നതെങ്കിൽ യേശു കുരിശിൽ തറയ്ക്കപ്പെട്ട് കൊല്ലപ്പെടില്ല. മറ്റേതെങ്കിലും ഒരു കാലഘട്ടത്തിലാണ് യേശു ജനിക്കുന്നതെങ്കിൽ യേശുവിൻ്റെ കുരിശുമരണം ഒഴിവായേനെ. എല്ലാം സൃഷ്ടിച്ച് എല്ലാം രൂപപ്പെടുത്തിയ സർവശക്തനായ ദൈവം തൻ്റെ പുത്രൻ ജനിക്കാൻ ഒരു സമയം തിരഞ്ഞെടുത്തത് റോമൻ ആധിപത്യത്തിൻ്റെ കീഴിൽ ഇസ്രായേൽ ജനത ജീവിച്ചിരുന്ന കാലത്താണ്. ദൈവത്തിൻ്റെ ജ്ഞാനമാണത്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. അങ്ങനെ റോമൻ ഗവൺമെൻറ്റിൻ്റെ ആധിപത്യത്തിൻ്റെ കീഴിലാണ് ഈ ജനത ജീവിച്ചിരുന്ന കാലത്താണ് കർത്താവായ യേശു ക്രിസ്തു ജനിച്ചു വീഴുന്നത്. റോമാക്കാരെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ വാക്ക്. ചരിത്രം പഠിച്ച വിദ്യാർത്ഥികൾ കേട്ടിട്ടുണ്ടാവും. പാക്സ് റൊമാന, റോമൻ പീസ്, ലോ ആൻഡ് ഓർഡർ, നീതിയും നിയമവും സ്ഥാപിക്കുക. അത് റോമാക്കാരുടെ വലിയ താല്പര്യമായിരുന്നു. അവർക്ക് ആ കാര്യത്തിൽ ഭയങ്കര നിഷ്ഠയായിരുന്നു. നീതിയും നിയമവും സ്ഥാപിക്കാൻ അവർ കണ്ടുപിടിച്ച വഴി എന്ന് പറഞ്ഞാൽ എതിർക്കുന്നവരെല്ലാം ഒരിക്കലും ചരിത്രം കണ്ടിട്ടില്ലാത്ത ക്രൂരമായ നടപടികളിലൂടെ അവർ അടിച്ചമർത്തി. അങ്ങനെയാണ് യേശുവിൻ്റെ കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിലെല്ലാം ഏതാണ്ട് 5000-ലധികം ആളുകളെ അവർ കുരിശിൽ തറച്ച് കൊന്നിരുന്നു. ആരെങ്കിലും എവിടെയെങ്കിലും ഒരു ചെറിയ കലഹം ഉണ്ടാക്കിയാൽ, ഉദാഹരണത്തിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ചരിത്രമൊക്കെ ഇട്ട് നിങ്ങൾ മടുക്കുന്നുണ്ടോ? ഇതെല്ലാം അറിയേണ്ട കാര്യങ്ങളാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ കർത്താവിനെ കൂടാതെ, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിനെ കൂടാതെ 2 മനുഷ്യ വ്യക്തികളുടെ പേര് പറയും. വിശ്വാസ പ്രമാണത്തിൽ 2 വ്യക്തികളുടെ പേരെ പറയൂ. ഒന്ന് പരിശുദ്ധ കന്യകാമറിയം, അതായത് യേശുവിൻ്റെ ജനനത്തിന് കാരണമായ വ്യക്തി പരിശുദ്ധ കന്യകാമറിയം. രണ്ടാമത് വേറൊരു വ്യക്തിയുടെ പേര് പറയും, പൊന്തിയോസ് പീലാത്തോസ്. അത് യേശുവിൻ്റെ മരണത്തിന് കാരണമായ വ്യക്തിയാണ്. വിശ്വാസ പ്രമാണത്തിൽ വിശ്വാസികൾ നൂറ്റാണ്ടുകളായിട്ട് ഈ 2 പേരുടെ പേര് പറയുന്നുണ്ട്. ഒന്ന് ജനനത്തിന് സഹായമായ വ്യക്തി പരിശുദ്ധ അമ്മ, 2 മരണത്തിന് സഹായിച്ച വ്യക്തി ആരാണ്? പൊന്തിയോസ് പീലാത്തോസ്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഈ പൊന്തിയോസ് പീലാത്തോസ്, ഈ മനുഷ്യൻ ഒരു അടിമയായിട്ടാണ് ജനിച്ചത്. ഇദ്ദേഹം അടിമയായിരുന്നു. ഈ അടിമയായിട്ട് ജനിച്ചിരുന്ന പൊന്തിയോസ് പീലാത്തോസ് സ്വന്തം പരിശ്രമം കൊണ്ട്, അധ്വാനം കൊണ്ട് റോമൻ ഗവർണറായിട്ട് മാറി. പക്ഷെ അയാളുടെ മനസ്സിൽ അപ്പോഴും ഒരു അടിമയുടെ മനോഭാവം അയാൾ കുഴിച്ചു മൂടിയിരുന്നു. അയാൾക്ക് ജെറുസലേമിൽ ഒരു ജലസംഭരണി ഉണ്ടാക്കണം. അതിനുവേണ്ടി അയാൾ ചെയ്തത് ദേവാലയത്തിലെ കാണിക്കപ്പെട്ടിയിൽ നിന്ന് പണം കവർന്നെടുത്ത് ജലസംഭരണി ഉണ്ടാക്കി. അങ്ങനെ ജലസംഭരണി ഉണ്ടാക്കിയപ്പോൾ യഹൂദന്മാരതിനെ ചെറുത്ത് നിന്നു. യഹൂദന്മാരതിനെ എതിർത്ത് നിന്ന് സമരമായപ്പോൾ, ലഹളയായപ്പോൾ
അങ്ങനെ എതിർത്ത് നിന്ന 100 കണക്കിന് ആളുകളെ പൊന്തിയോസ് പീലാത്തോസ് കുരിശിൽ തറച്ചു കൊന്നു. ഇതായിരുന്നു അവരുടെ രീതി. ആരെങ്കിലും എതിർത്താൽ, ആരെങ്കിലും ഒരു കൊടി ഉയർത്തിയാൽ, ആരെങ്കിലും ഒരു നിഷേധം പറഞ്ഞാൽ, ആരെങ്കിലും ഒരു സമരം സംഘടിപ്പിച്ചാൽ അവരെ കുരിശിൽ തറച്ച് കൊല്ലും. ഇങ്ങനെയാണ് റോമൻ ഗവൺമെൻറ് നീതിയും നിയമവും സ്ഥാപിച്ചിരുന്നത്. ഉദാഹരണത്തിന് ഈശോ പറയുന്നില്ലേ, ആരെങ്കിലും നിങ്ങളോട് 1 മൈൽ ദൂരം പോകാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ, അതിൻ്റെ സാഹചര്യം എന്തെന്നറിയാമോ? റോമൻ പട്ടാളക്കാരൻ, ഏതെങ്കിലും ഒരു റോമൻ പട്ടാളക്കാരൻ ഇസ്രായേൽക്കാരിൽ ഒരാളോട് വന്നിട്ട് പറയുകയാണ്, നീ എൻ്റെ ഭാഗം ചുമന്നുകൊണ്ട് എൻ്റെ പിന്നാലെ 1 മൈൽ ദൂരം വരിക എന്ന് പറഞ്ഞാൽ അങ്ങനെ അനുസരിക്കണം. 1 മൈൽ ദൂരം ആരോട് വേണമെങ്കിലും അവൻ്റെ ബാഗ് ചുമപ്പിച്ചുകൊണ്ട് പട്ടാളക്കാരന് നടത്താൻ അവകാശമുണ്ടായിരുന്നു റോമൻ പട്ടാളത്തിന്. ഈ പശ്ചാത്തലത്താണ് ഈശോ പറയുന്നത്, ഏതെങ്കിലും ഒരു റോമൻ പടയാളി നിങ്ങളോട് 1 മൈൽ ദൂരം അവൻ്റെ ബാഗ് ചുമക്കാനായിട്ട് പറഞ്ഞാൽ നിങ്ങൾ 2 മൈൽ ദൂരം ചുമക്കണം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അങ്ങനെ അടിമത്വത്തിൽ ജീവിച്ചിരുന്ന ഒരു ജനത, ഈ അടിമത്വത്തിൽ ജീവിച്ചിരുന്ന ജനത ആധിപത്യം പുലർത്തിയ റോമൻ ഗവൺമെൻറ്. മടുക്കുന്നുണ്ടോ? ശ്രദ്ധിച്ചിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതായത് നമ്മുടെ മേളിൽ ഒരു ഭരണം ഉണ്ടെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ രാജ്യമാണ്. ഉദാഹരണത്തിന് ഇന്ത്യയെ നമ്മൾ പാകിസ്ഥാൻ്റെ അടിമകളാണെന്ന് വെച്ചു. പാകിസ്ഥാൻ നമ്മുടെ മേൽ ആധിപത്യം പുലർത്തുകയാണ്. റോമൻ ഗവൺമെൻറ് ഇസ്രായേലിൽ ആധിപത്യം പുലർത്തിയിരുന്നത് പോലെ ഇന്ത്യക്കാരായ നമ്മുടെ മേൽ ചൈനയോ പാകിസ്ഥാനോ ആധിപത്യം പുലർത്തുമെന്ന് വിചാരിക്കുക. അങ്ങനെ ആധിപത്യം പുലർത്തിയാൽ ആ കാലഘട്ടത്തിൽ, അങ്ങനെ ഈ അടിമത്തത്തിൻ്റെ കീഴിൽ ജീവിക്കുമ്പോൾ ജനങ്ങൾ പല ഗ്രൂപ്പുകളായിട്ട് തിരിയും. ഇങ്ങനെ യേശുവിൻ്റെ കാലത്ത് റോമൻ ഭരണത്തിൻ്റെ കീഴിൽ ജീവിച്ചിരുന്ന ജനത പല ഗ്രൂപ്പുകളായി തിരിഞ്ഞു. ഞാൻ ഗ്രൂപ്പുകളെക്കുറിച്ച് പറയുകയാണ്. ഒന്നാമത്തെ ഗ്രൂപ്പ് ഈ വിദേശ ഭരണത്തെ അനുകൂലിക്കുന്നവർ, അതാണ് ആദ്യത്തെ ഗ്രൂപ്പ്. യേശുവിൻ്റെ കാലത്ത് ഈ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതായത് വിദേശ ഭരണകൂടത്തെ, റോമൻ പട്ടാളത്തെ അനുകൂലിക്കുന്ന ആളുകൾ, റോമൻ ഭരണകൂടത്തെ അനുകൂലിക്കുന്ന ആളുകൾ. അവരെ സംബന്ധിച്ച് റോമൻ പട്ടാളം ഭരിക്കുന്നതാണ് നല്ലത്. അവരെ സംബന്ധിച്ച് ഒരൊറ്റ ചിന്തയേ ഉള്ളൂ, ആര് ഭരിച്ചാലും വേണ്ടില്ല, ഞങ്ങൾക്ക് കുറച്ച് കാശ് കിട്ടണം. അതുകൊണ്ട് അവർ പറഞ്ഞു, റോമൻ പട്ടാളത്തിൻ്റെ എടുത്തിട്ട് അവർ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ അടിമകളുടെ കയ്യിൽ നിന്ന് ടാക്സ് ഈടാക്കിയിട്ടുണ്ട്, ഞങ്ങൾ ആ ടാക്സ് പിരിച്ചു തരാം. ഇവന്മാർ നേരായ മാർഗത്തിൽ പറഞ്ഞാൽ ടാക്സ് തരുന്ന ആളുകളല്ല, അതുകൊണ്ട് ഞങ്ങൾ ടാക്സ് പിരിച്ചു തരാം, ഞങ്ങളിപ്പോൾ ഇത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ റോമൻ ഗവൺമെൻറ്റിന് വേണ്ടി ചുങ്കം പിരിച്ചിരുന്ന ആളുകളുണ്ട്. അവരാണ് ആര്? ചുങ്കക്കാർ, ടാക്സ് കളക്ടേഴ്സ്. നമ്മുടെ മത്തായി ശലീഹ, സക്കേവൂസ്, ഇവരൊക്കെ ഈ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു. റോമൻ ഗവൺമെൻറ്റിന് വേണ്ടി നിർബന്ധിച്ച് ടാക്സ് പിരിക്കുന്ന ആളുകൾ. ഇനി ഇവരെങ്ങനെ ടാക്സ് പിരിക്കുന്നതെന്നറിയാമോ? 100 രൂപയാണ് ഗവൺമെൻറ്റിൽ അടയ്ക്കേണ്ടതെങ്കിൽ സക്കേവൂസ് ചെന്നിട്ട് യഹൂദന്മാരുടെ കഴുത്തിന് പിടിച്ചിട്ട് പറയും 200 രൂപ അടയ്ക്കണമെന്ന് പറയും. 100 രൂപ ഗവൺമെൻറ്റിൽ അടയ്ക്കും, 100 രൂപ ചുങ്കക്കാരൻ പോക്കറ്റിലിടും. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ആദ്യത്തെ ഗ്രൂപ്പ്, ടാക്സ് കളക്ടേഴ്സ്, ചുങ്കക്കാർ. മത്തായി ശലീഹ ആ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു, സക്കേവൂസ് ആ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു. ഇങ്ങനെ ഒരു ഗ്രൂപ്പ്, ആര് ഭരിച്ചാലും വേണ്ടില്ല, ഞങ്ങൾക്ക് കാശ് കിട്ടിയാൽ മതി. ഇതേ നിർബന്ധമുണ്ടായിരുന്ന മറ്റൊരു കൂട്ടരുണ്ട്, അവരാണ് പുരോഹിതന്മാർ. അവരെയാണ് ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് സദൂക്കായർ. കേട്ടിട്ടുണ്ടോ? സദൂക്കായർ, പുരോഹിത പ്രമാണികൾ. പ്രധാന പുരോഹിതൻ സദൂക്കായ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്. അന്നാസും കയ്യാപ്പാസും സദൂക്കായരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ്. അവർക്കും ഈ റോമൻ പട്ടാളത്തോട് ഒരു താല്പര്യമുണ്ട്. അവർക്ക് ഉള്ളിലൊരു ചിന്തയുണ്ട്, ആര് ഭരിച്ചാലും വേണ്ടില്ല, ഞങ്ങൾക്ക് കുറച്ച് കാശുണ്ടാക്കണം. അതിനവരെന്താ ചെയ്തതെന്നറിയാമോ? അവർ 13 ഏക്കറിനകത്തായിരുന്നു ജെറുസലേം ദേവാലയം. എത്ര ഏക്കർ? 13 ഏക്കറിനകത്താണ് ജെറുസലേം ദേവാലയം. ഈ 13 ഏക്കറിനകത്തേക്ക് അവർ റോമൻ പട്ടാളത്തെ കയറ്റില്ല. അവർ പറഞ്ഞു, ഇത് ഞങ്ങളുടെ ദേവാലയമാണ്, ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലമാണ്, വിജാതീയരായി നിങ്ങൾ ഇതിനകത്തോട്ട് കയറി വരാൻ പാടില്ല. അതുകൊണ്ട് ദേവാലയത്തിന് പ്രത്യേക കാവൽ സേനയുണ്ട്. ഇതൊക്കെ ബൈബിളിൽ നിങ്ങൾ വായിക്കുന്നതാണ്. നിങ്ങൾക്ക് പ്രത്യേക കാവൽ സേനയുണ്ടല്ലോ എന്നൊക്കെ പീലാത്തോസ് പറയുന്നില്ലേ? അതായത് ദേവാലയത്തിന് പ്രത്യേക സൈന്യമുണ്ട്, ദേവാലയത്തിന് പ്രത്യേക നിയമവ്യവസ്ഥയുണ്ട്. അവിടേക്ക് റോമാക്കാരെ അവർ കയറ്റില്ല. ഇത് റോമാക്കാരുമായിട്ട് അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന എഗ്രിമെൻ്റാണ്. അപ്പോൾ അവർ പറയുകയാണ്, നിങ്ങൾ ഞങ്ങളെ ഭരിച്ചോളൂ, ഞങ്ങൾക്ക് ഒരു വിരോധമില്ല, പക്ഷെ നിങ്ങൾ ഈ കോമ്പൗണ്ടിനകത്തോട്ട് കയറരുത്. എങ്ങോട്ട് കയറരുത്? ദേവാലയത്തിൻ്റെ ആ കോമ്പൗണ്ടിനകത്തേക്ക് നിങ്ങളാരും കയറാൻ പാടില്ല.
അപ്പോൾ റോമൻ ഗവൺമെൻറ്റിൻ്റെ പട്ടാളക്കാർ ദേവാലയത്തിൻ്റെ ഗേറ്റിന് വെളിയിലാണ്, ഞാനതിലേക്ക് പിന്നെ വരും, ഗേറ്റിന് വെളിയിലാണ് അവർ തമ്പടിച്ചിരിക്കുന്നത്. ഇതിനകത്ത് പുരോഹിതന്മാരുടെ സാമ്രാജ്യമാണ്. അങ്ങനെ വരുമ്പോഴാണ് ഇന്നലെ നമ്മൾ വായിച്ചിരുന്നു, ബലി അർപ്പിക്കാൻ വരുമ്പോൾ കാള, ആട്, പ്രാവ് തുടങ്ങിയവയെ ബലി അർപ്പിക്കണം, ദഹനബലി അർപ്പിക്കണം. അപ്പം ദഹനബലി അർപ്പിക്കാൻ വേണ്ടി ദൂരെ നിന്ന് വരുന്ന ആളുകൾ, ഇന്ത്യയിൽ നിന്നൊരു യഹൂദൻ ബലി അർപ്പിക്കാൻ പോയെന്ന് വെച്ചോ, ഇന്ത്യയിൽ നിന്നൊരു യഹൂദൻ ബലി അർപ്പിക്കാൻ അവിടെ ദേവാലയ പരിസരത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവന് കാളയെ വാങ്ങിക്കണം. കാളയെ വാങ്ങിക്കാൻ വേണ്ടി അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് റോമൻ ഗവൺമെൻറ്റിൻ്റെ നാണയമാണ്. കാരണം ഭരിക്കുന്ന ആരാണ്? റോമാക്കാരാണ്. അപ്പോൾ റോമൻ ഗവൺമെൻറ്റിൻ്റെ നാണയമാണ് അവൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഉടനെ സദൂക്കാർ പറയും, ആ നാണയം പള്ളിക്കകത്തിടാൻ സമ്മതിക്കത്തില്ല, അത് നടക്കില്ല. ദേവാലയത്തിനകത്ത് റോമാക്കാരൻ്റെ നാണയം ഇടാൻ പാടില്ല. അപ്പോൾ യഹൂദൻ ചോദിക്കും, അപ്പം ഞങ്ങൾ എങ്ങനെ കാളയെ വാങ്ങിക്കും? അതൊരു കാര്യം ചെയ്യാം, നിങ്ങൾ ആ റോമൻ നാണയം ഇങ്ങനെ തന്നോളൂ, ഞങ്ങൾ ഇസ്രായേൽക്കാരുടെ നാണയം നിങ്ങൾക്ക് തരാം, എന്നിട്ട് നിങ്ങൾ അത് വെച്ച്. ഇതാണ് നാണയമാറ്റക്കാരുടെ മേശ. ഓർമ്മയുണ്ടോ ഇത്? ബൈബിളിൽ അങ്ങനെ ഓർക്കുന്നുണ്ടോ? നാണയമാറ്റക്കാരുടെ മേശ അവൻ മറിച്ചിട്ടു. ആര്? മറിച്ചിട്ടത് ഇതാണ്. അതായത് സദൂക്കായർ കുറേ പുരോഹിതന്മാർ ഇരിക്കുകയാണ്. എന്തിനാണ്? ഈ മണി എക്സ്ചേഞ്ച്, വെസ്റ്റേൺ യൂണിയൻ ഇരിക്കുകയാണ് ഇവിടെ. ഇവരെന്താ പറയുന്നത്? നിങ്ങൾ നിങ്ങളുടെ കറൻസി ഇങ്ങനെ തന്നോളൂ, ഞങ്ങൾ ഞങ്ങളുടെ കറൻസി തരാം, അത് വെച്ചിട്ട് നിങ്ങൾ കാളയോ ആടിനെയൊക്കെ വാങ്ങിച്ചോളൂ. എന്നിട്ട് കൊള്ള ലാഭം എടുക്കുകയാണ്, കൊള്ള ലാഭം. ഒരു റോമൻ നാണയം തന്നിട്ട് ഇസ്രായേൽ ദേവാലയത്തിൽ ഇടാൻ പറ്റുന്ന ഇസ്രായേൽക്കാരൻ്റെ നാണയം തിരിച്ചു കൊടുക്കുമ്പോൾ, ടെമ്പിൾ കോയിൻ അത് തിരിച്ചു കൊടുക്കുമ്പോൾ കൊള്ള ലാഭം എടുക്കുകയാണ്, കൊള്ള ലാഭം. അങ്ങനെ ഈ സദൂക്കായർ തടിച്ചു കൊടുത്ത് അവരിങ്ങനെ കാശുകാരായിട്ട് മാറി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എന്തിനാണ് യേശുവിനെ കുരിശിൽ തറച്ച് കൊന്നത്? അതിലേക്ക് ഞാൻ വരികയാണ്. എന്തിനാണ് കർത്താവിനെ കൊന്നത്? അതിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ ഒരു വശത്ത് ചുങ്കക്കാർ, അവരെല്ലാവരുടെ കഴുത്തിന് പിടിച്ചിട്ട് കാശ് തടാം, 100 രൂപ തരേണ്ട സ്ഥാനത്ത് 200 രൂപ തടാന്ന് പറഞ്ഞിട്ട് പിടിച്ചു വാങ്ങിക്കാം. ചുങ്കക്കാർ. ഇവിടെ പള്ളി ചെന്നാലോ? പള്ളി ചെന്ന് കഴിയുമ്പോൾ എന്താ സംഭവം? അവിടെ അച്ഛന്മാരിയ്ക്കുകയാണ് പിടിച്ചു വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അവർ 100 രൂപ തരേണ്ടടുത്ത് 200 രൂപ പിടിച്ചു വാങ്ങിക്കുകയാണ്. അപ്പോൾ സദൂക്കായർ, ചുങ്കക്കാർ, ഇവരാരാണ്? ഇവർ റോമൻ ഗവൺമെൻറ്റിനെ അനുകൂലിക്കുന്ന ആളുകളാണ്. നിങ്ങൾക്ക് ബോറാവുന്നുണ്ടോ? ഇതെല്ലാം അറിയണം. ഇതെല്ലാം അറിഞ്ഞിട്ട് നാളെ മുതൽ നിങ്ങൾ പുതിയ നിയമം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോന്ന് കത്താൻ തുടങ്ങും, പെട്ടെന്ന് ഓരോന്ന് കത്തി വരാൻ തുടങ്ങും. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അങ്ങനെ ചുങ്കക്കാരായി, സദൂക്കായരായി. ഇനി വേറൊരു കൂട്ടരുണ്ട്, അവരുടെ പേരാണ് ഫരിസേയർ. അവർ പറഞ്ഞു, നമ്മളെ എന്തുകൊണ്ടാണ് റോമൻ പട്ടാളം അടിമകളാക്കി വെച്ചിരിക്കുന്നതെന്നറിയാമോ? ജനം പറഞ്ഞു, അറിയില്ല. നിങ്ങൾ നിയമം ശരിക്ക് പാലിക്കാത്തത് കൊണ്ടാണ്. നിയമം ശരിക്ക് പാലിച്ചിരുന്നെങ്കിൽ ഈ അടിമത്തം ഉണ്ടാവത്തില്ലായിരുന്നു. അപ്പൊ ജനം ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? നമുക്ക് നിയമം അക്ഷരാർത്ഥത്തിൽ വള്ളി പുള്ളി വിടാതെ പാലിക്കണം. നിയമം അവർ പാലിക്കാൻ വേണ്ടി സാബത്ത് നിയമം, ശ്രദ്ധിക്കാമോ? സാബത്ത് നിയമം, നിങ്ങൾ സാബത്ത് ആചരിക്കണം എന്ന നിയമം ഉണ്ടല്ലോ. ആ നിയമം പരിസേര് പറയാണ് അത് പാലിക്കേണ്ട. എങ്ങനെയെന്നറിയാം? ഞാൻ അവർ പാലിച്ചിരുന്ന ചില രീതികൾ പറയാം, അത് കേൾക്കുമ്പോൾ തമാശ വരും. എന്താണെന്നറിയാമോ? യഹൂദൻ സാബത്ത് ദിവസം തൻ്റെ ഉടുപ്പിൽ ഒരു സേഫ്റ്റി പിൻ കുത്താൻ പാടില്ല. കാരണം എന്താണ്? കുത്തിയാൽ അത് തയ്യലായിട്ട് മാറും, അത് ജോലിയായിട്ട് മാറും. അങ്ങനെ ജോലി ചെയ്യാൻ പാടില്ല. പിടികിട്ടുന്നുണ്ടോ? അപ്പോൾ സേഫ്റ്റി പിൻ കുത്താൻ പാടില്ല. യഹൂദൻ ഒരു വടി എടുത്തിട്ട്, വയ്യാത്ത ഒരു യഹൂദ അപ്പച്ചൻ വടി എടുത്ത് ഇങ്ങനെ കുത്തി നടക്കാന്ന് വെച്ചോ. കുത്തി നടക്കുമ്പോൾ അയാൾ കുത്തി നടക്കുന്ന സമയത്ത് വടി ഇങ്ങനെ ഒരയാൻ പാടില്ല. ഒരഞ്ഞാൽ അത് നിലം ഉഴുന്ന ജോലിയായിട്ട് മാറും, അത് ചെയ്യാൻ പാടില്ല. പിടികിട്ടുന്നുണ്ടോ? ഇനി ഒരാൾക്ക് പല്ലില്ലാതെ വെപ്പ് പല്ല് വെച്ചിരിക്കാന്ന് വെച്ചോ. വെപ്പ് പല്ല് സാബത്ത് ദിവസം വെക്കാൻ പാടില്ല. കാരണം എന്താണ്? അത് ഭാരം ചുമക്കുന്നതിന് തുല്യമാവും. പിടികിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഇങ്ങനെയാണ് പരിസേയർ, ഇങ്ങനെയാണ് നിയമം പാലിച്ചിരുന്നവർ. പരിസേയന്മാർ ഇങ്ങനെയാണ് നിയമം പാലിച്ചത്. അവർ പറയുകയാണ്, റോമൻ പട്ടാളം നമ്മുടെ മേൽ ആധിപത്യം പുലർത്തുന്നതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം നമ്മൾ നിയമം പാലിക്കാത്ത. അതുകൊണ്ട് നമുക്ക് നിയമം കർശനമായിട്ട് പാലിക്കണം. ഇന്നും ഇസ്രായേലിൽ ചെന്നാൽ, നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇസ്രായേലിൽ ചെന്നാൽ സാബത്ത് ദിവസം ഉപയോഗിക്കാൻ വേണ്ടി യഹൂദന്മാർക്ക് സാബത്ത് എലവേറ്റർ ഉണ്ട്, സാബത്ത് ലിഫ്റ്റ്. എന്താണെന്നറിയാമോ? ലിഫ്റ്റ് കയറിയാൽ അവർ സ്വിച്ച് ഞെക്കത്തില്ല, ജോലി ചെയ്യുന്നതാവും. അതുകൊണ്ട്
ഓരോ ഫ്ലോറിലും ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കുന്ന സാബത്ത് എലവേറ്റർ ഉണ്ട് ഇസ്രായേലിൽ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇങ്ങനെയാണ് അവർ നിയമം പാലിക്കുന്നത്. സാബത്ത് എലവേറ്റർ. യഹൂദന്മാരുടെ വീടുകളിൽ സാബത്ത് ദിവസം ലൈറ്റ് ഇടത്തില്ല. ലൈറ്റ് ഇടാൻ വേണ്ടി വിജാതീയരായ വേലക്കാർ കാണും. ഇവർ ലൈറ്റ് ഇടില്ല. ലൈറ്റ് ഇട്ടാൽ എന്താവും? ജോലി ചെയ്യാൻ പാടില്ല. സാബത്ത് പാലിക്കാൻ വേണ്ടി ഒരു എക്സാജറേഷനും ഇല്ല. 1000 നിയമങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നു. 1000 നിയമങ്ങൾ. അപ്പൊ മൂന്നാമത്തെ കൂട്ടരാണ് ആര്? പരിസയർ. അവർ പറയുകയാണ്, നമ്മളെ ഈ ജനത അടിമകളാക്കി വെച്ചിരിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാം? നമ്മൾ നിയമം പാലിക്കാത്തതാണ്. അതുകൊണ്ട് നിയമം അക്ഷരാർത്ഥത്തിൽ പാലിക്കണം. ഇനി വേറൊരു കൂട്ടരുണ്ട്. അവരുടെ പേരാണ് തീവ്രവാദികൾ. സെലട്ട്, ZEALOT, സെലട്ട്, തീവ്രവാദി. യേശുവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരു തീവ്രവാദി ഉണ്ടായിരുന്നു. ആരാണ്? തീവ്രവാദിയായ ശിമയോൻ. ഈ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. ബറാബാസ് കേട്ടിട്ടുണ്ടോ? ആ ചേട്ടൻ ഈ തീവ്രവാദ സംഘടനയിലെ നേതാവായിരുന്നു. 4ാമത്തെ ഗ്രൂപ്പാണ്. അവർ വിചാരിച്ചിരുന്നത് എന്തെന്നറിയാമോ? അവർ വിചാരിച്ചിരുന്നത് എങ്ങനെയെങ്കിലും ഈ പട്ടാളക്കാരെ, റോമൻ പട്ടാളത്തെ ആയുധം ഉപയോഗിച്ച് കൊല്ലണം. ഗലീലി പട്ടണത്തിൻ്റെ മലനിരകളിലാണ് തീവ്രവാദികൾ തമ്പടിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ജീവിച്ചിരുന്ന ആ ഗ്രാമമൊക്കെ ഉൾപ്പെടുന്ന ആ പ്രദേശത്തിൻ്റെ മലമുകളിൽ, മലയുടെ മേളിലാണ് ആര് താമസിക്കുന്നത്? തീവ്രവാദികൾ താമസിക്കുന്നത്. അവർ ഇടയ്ക്കിടയ്ക്ക് റോഡിലോട്ട് വരും, കാണുന്ന പട്ടാളത്തെ കൊല്ലും, എന്നിട്ട് മലയിലോട്ട് ഓടിപ്പോവും. ഇതാണ് അവരുടെ പരിപാടി. 4 ഗ്രൂപ്പ്. ശ്രദ്ധിക്കുന്നുണ്ടോ? 4 ഗ്രൂപ്പ്. 1ാമത്തെ ഗ്രൂപ്പ് എടുത്തു. ചുങ്കക്കാരോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ അമിതമായി ചുങ്കം ഈടാക്കരുത്, ആവശ്യമുള്ളതേ വാങ്ങിക്കാവൂ. സ്നാപയോഹന്നാനും കർത്താവും പറഞ്ഞു. ചുങ്കക്കാർക്ക് യേശുവിനോട് താല്പര്യം വരുമോ? സക്കേവൂസ് എന്ന ഒരു ചുങ്കക്കാരൻ, മത്തായി എന്നൊരു ചുങ്കക്കാരൻ, പിന്നെ യേശുവിനെ സ്നേഹിച്ച കുറച്ച് ചുങ്കക്കാർ. പക്ഷേ ഒരു മഹാഭൂരിപക്ഷം ചുങ്കക്കാർക്കും കർത്താവ് അവരുടെ വരുമാനം മുടക്കുന്ന നമ്പർ 1 ശത്രു. 1. 2 സദൂക്കായർ. ഈ സദൂക്കായർ നാണയമാറ്റം നടത്തി, കച്ചവടം നടത്തി, പള്ളിക്കകത്ത് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ 2 തവണ കർത്താവ്, 1 പരസ്യജീവിതത്തിൻ്റെ ആരംഭത്തിലും 2 പരസ്യജീവിതത്തിൻ്റെ അവസാനത്തിലും നേരെ പള്ളിയിലോട്ട് കയറി ചെന്നിട്ട് ഇവന്മാരെല്ലാം ചാട്ടവാറുകൊണ്ട് അടിച്ച് വെളിയിലിറക്കി. സഹിക്കുവോ? ഇല്ല. സദൂക്കായർ. 3ാമത്തേത് ഫരിസയർ. അക്ഷരാർത്ഥത്തിൽ നിയമം പാലിക്കണമെന്ന് വാശി പിടിച്ചുകൊണ്ടിരുന്ന ഫരിസയരുടെ അടുത്ത് ചെന്നിട്ട് കർത്താവ് പറയാണ്, സാബത്തിൽ നിങ്ങൾ കഴുത കിണറ്റി വീണ എടുക്കത്തില്ലടാ. സാബത്തിൽ ഗോതമ്പ് കതിര് തിരുമി അതിൻ്റെ ധാന്യമണി തിന്നുകൊണ്ടിരിക്കുന്ന ശിഷ്യന്മാരെ ഈശോ സപ്പോർട്ട് ചെയ്യുകയാണ്. കൈ കഴുകാതെ ഭക്ഷിക്കുന്നതിന് ഈശോ സപ്പോർട്ട് ചെയ്യുകയാണ്. സാബത്ത് കർത്താവ് ബോധപൂർവ്വം ലംഘിക്കുകയാണ്. പരിസയന്മാർക്ക് കർത്താവിനോട് ഇഷ്ടം വരുമോ? ഇഷ്ടം വരില്ല. 4ാമത്തെ കൂട്ടർ തീവ്രവാദികൾ. ആയുധം ഉപയോഗിച്ച് റോമൻ പട്ടാളത്തെ ഇവിടെ നിന്ന് ഓടിക്കണം എന്ന് പറയുന്ന തീവ്രവാദികൾ യേശു പ്രസംഗിന്ന് കേൾക്കുകയാണ്, 1 മൈൽ ദൂരം പോകാൻ ആരെങ്കിലും നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ 2 മൈൽ ദൂരം പൊക്കോ. പട്ടാളക്കാരൻ നിങ്ങളെ ബാഗ് എടുക്കാൻ നിർബന്ധിച്ചാൽ അവൻ്റെ 2 ഭാഗം ചുമന്ന് 2 മൈൽ ദൂരം പൊക്കോ. തീവ്രവാദികൾക്ക് യേശുവിനെ ഇഷ്ടപ്പെടുമോ? ഇല്ല. എന്ന് എഴുന്നേറ്റോ. ഇഷ്ടപ്പെട്ടില്ല. കർത്താവിനെ ഇഷ്ടപ്പെടില്ല. റോമൻ ഭരണകൂടത്തിൻ്റെ ആധിപത്യത്തിൻ്റെ കീഴിൽ ജീവിച്ചിരുന്ന ഒരു ജനതയിൽ കുറെ പാവപ്പെട്ട മനുഷ്യർക്കൊഴികെ വേറെ ആർക്കും യേശുവിനെ ഇഷ്ടമല്ലായിരുന്നു. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. 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 പ്രിയപ്പെട്ട മക്കളെ, ഈ രാത്രിയിൽ എന്തുകൊണ്ടാണ് യേശുക്രിസ്തു കുരിശിലേക്ക് പോയത്? നമ്മളതിൻ്റെ ആ കാലഘട്ടത്തിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഒടുവിൽ നമ്മൾ ഇതിൻ്റെ ഒരു വലിയ ഉപസംഹാരത്തിലേക്ക് എത്തും. അതിലേക്ക് എത്തണമെങ്കിൽ ഇതെല്ലാം നിങ്ങൾ അറിയണം. ബൈബിൾ വായിക്കുമ്പോൾ ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വായിക്കണം. സദൂക്കായർ എന്തിനാണ് യേശുവിന് എതിരാവുന്നത്? കാരണം അവർ കച്ചവടം നടത്തുന്നതിന് കർത്താവ് എതിരാണ്. ഫരിസയർ എന്തുകൊണ്ട് യേശുവിനെതിരായി? അവർ നിയമത്തെ തെറ്റായി വ്യാഖ്യാനിച്ചതിനെ കർത്താവ് എതിർത്തു. എന്നിട്ട് കർത്താവ് സാബത്ത് ബോധപൂർവ്വം ലംഘിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അക്ഷരാർത്ഥത്തിലല്ല നിയമം പാലിക്കേണ്ടത്, അതിൻ്റെ ആത്മാവ് കാണണം. പാത്രത്തിൻ്റെ പുറമല്ല നിങ്ങൾ കഴുകേണ്ടത്, പാത്രത്തിൻ്റെ അകമാണ് വൃത്തികേടായിട്ടിരിക്കുന്നത്. നിങ്ങൾ വെളി പെയിൻ്റ് അടിച്ച് നടക്കുകയാണ്, നിങ്ങളുടെ അകത്ത് നിങ്ങൾ ദുർമാർഗികളാണ്. വെറുതെ വിടുവോ? വെറുതെ വിടില്ല. ചുങ്കക്കാർ, തീവ്രവാദികൾ, പരിസയർ, സദൂക്കായർ തുടങ്ങിയ
പ്രമാണികൾ മുഴുവൻ യേശുവിന് എതിരായി മാറി. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കണ്ണടച്ച് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്ത്. പ്രിയമക്കളെ, ശക്തമായൊരു കൃപയ്ക്ക് അഭിഷേകത്തിന് വേണ്ടി ദാഹിക്ക്. ഈ രാത്രി യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ വില അറിയണം. യേശു കുരിശിൽ മരിച്ചതിൻ്റെ യോഗ്യതകൾ ജീവിതത്തിലേക്ക് തിരിച്ച് അറിഞ്ഞ് ഏറ്റുവാങ്ങാൻ പറ്റണം. അതിരം തുറന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ, ശക്തിയോടെ, ശക്തിയോടെ ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയേ, ഉച്ചത്തിൽ വിളിച്ച ഈശോയേ, ഈശോയേ, ഈശോയേ. ഉച്ചത്തിൽ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശാന്തമായിട്ടിരുന്നേ. യേശുക്രിസ്തുവിനെ കുരിശുമരത്തിലേക്ക് നയിച്ച സംഭവ വികാസങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, യേശു ജനിച്ചു വീണത് ഒരു വിദേശാധിപത്യത്തിൻ്റെ നടുവിലേക്കാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജനിച്ചു വീഴുന്ന ഒരു ചെറുപ്പക്കാരൻ തനിക്ക് ചുറ്റുമുള്ള മനുഷ്യരോട് സത്യം പറഞ്ഞപ്പോൾ, തനിക്ക് ചുറ്റും അക്രമം ചെയ്തിരുന്ന ആളുകളോട് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ, പാപികളെയും സമൂഹം മാറ്റി നിർത്തിയ മനുഷ്യരെയും സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ, അവർക്ക് വേണ്ടി വാദിക്കാൻ തുടങ്ങിയപ്പോൾ, പൊതുസമൂഹത്തിൻ്റെ ശത്രുവായി ഈ മനുഷ്യൻ മാറി. ഞാൻ പറഞ്ഞത്, ചുങ്കക്കാരിൽ പലരും അവനെതിരായി. സദൂക്കായർ മുഴുവനും കൂട്ടത്തോടെ യേശുവിനെതിരായി. പരിസേയ പ്രമാണികളിൽ ഭൂരിഭാഗം പേരും, മൃഗീയ ഭൂരിപക്ഷം യേശുവിനെതിരായി. തീവ്രവാദികൾ മിക്കവാറും എല്ലാവരും യേശുവിനെതിരായി. ഇനി അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ട് ഭരണാധികാരികളുണ്ട്. ഒന്ന് ഹെറോദേസ്, രണ്ട് പീലാത്തോസ്. റോമൻ ഭരണകൂടം ഇസ്രായേൽക്കാരെ ഭരിച്ചുകൊണ്ടിരുന്നത് ഒരു ഗവർണറെ ഇസ്രായേൽക്കാർക്ക് വേണ്ടി നിയമിച്ചുകൊണ്ടാണ്. ആ ഗവർണറുടെ പേരാണ് പീലാത്തോസ്. റോമൻ ഗവൺമെൻറ് ഇസ്രായേൽ ജനതയെ ഭരിച്ചുകൊണ്ടിരുന്നത് ഒരു ഗവർണറെ നിയമിച്ചുകൊണ്ടാണ്. ആരാണ് ഗവർണർ? പീലാത്തോസ്. എന്നാൽ യേശുവിൻ്റെ ജനനത്തിന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഏദോമ്യനായ ഒരു മനുഷ്യൻ, ഏദോമ്യൻ എന്ന് പറഞ്ഞാൽ ഏസാവിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട, ബൈബിളിൽ നിങ്ങൾ ഏദോമ്യരെന്ന് വായിക്കുമ്പോൾ ഓർത്തോണം, അത് ഏസാവിൻ്റെ വംശപരമ്പരയിൽപ്പെട്ടവരാണ്. ഏസാവും യാക്കൂബും ഓർമ്മയുണ്ടല്ലോ. ഏസാവിൻ്റെ പരമ്പരയാണ് ഏദോമ്യർ. ഏദോമ്യനായ ഒരപ്പൻ്റെയും യഹൂദയായ ഒരമ്മയുടെയും, അങ്ങനെ ഈ മിക്സ്ഡ് മാരേജിൽ, ഈ മിശ്ര വിവാഹത്തിൽ ജനിച്ച ഏദോമ്യനായ ഒരു മനുഷ്യൻ, അയാളുടെ പേരാണ് ഹെറോദേസ്. ഹെറോദേസ് എന്ന പേരുള്ള ഏദോമ്യനായ ഒരു മനുഷ്യൻ റോമൻ ഗവൺമെൻറ്റിന് കുറേ അധികം പണം കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യണം, അതിനുള്ള പണമാണിത്. അങ്ങനെ ഇസ്രായേലിൻ്റെ രാജാവായി പണം കൊടുത്ത് രാജത്വം വിലയ്ക്ക് വാങ്ങിയ രാജാവിൻ്റെ പേരാണ് എന്ത്? ഹെറോദ്. ചരിത്രത്തിൽ ഇദ്ദേഹം അറിയപ്പെടുന്നത് ഹെറോദ് ദ ഗ്രേറ്റ് എന്നാണ്, മഹാനായ ഹെറോദേസ് എന്നാണ്. മഹാൻ എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം വളരെ അംബീഷ്യസ് ആയ ആളായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും വലിയവനാവണം, ആരെ കൊന്നിട്ടും വലിയവനാവണം. സ്വന്തം ഭാര്യയെ, സ്വന്തം അമ്മയെ, സ്വന്തം സഹോദരന്മാരെയൊക്കെ കൊന്ന മനുഷ്യനാണ് ഹെറോദേസ്. യേശുവിനെതിരെ ആദ്യമായി ഒരു മരണത്തിൻ്റെ വാള് തൂക്കി നിർത്തുന്നത് ഹെറോദേസാണ്. ഓർമ്മയുണ്ടോ? ഈശോ ജനിച്ച സമയത്ത് യേശുവിൻ്റെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെല്ലാം കൊന്നൊടുക്കുന്നത് ഈ ഹെറോദേസാണ്. അപ്പം ഇയാളാണ് അന്ന് ഇസ്രായേൽ ഭരിക്കുന്ന രാജാവ്. പക്ഷെ ഒരൊറ്റ യഹൂദനും ഏദോമ്യനായ ഹെറോദേസിനെ അംഗീകരിച്ചിട്ടില്ല.
ഹെറോദേസ് സ്നാപക യോഹന്നാൻ്റെ തല വെട്ടിയ ആളാണ്, ഓർമ്മയുണ്ടല്ലോ. യഹൂദന്മാരാരും തന്നെ ഹെറോദേസിനെ രാജാവായി അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് യഹൂദന്മാരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അയാൾ ജെറുസലേം ദേവാലയം പുതുക്കി പണിയാൻ ആരംഭിച്ചു. യേശുവിൻ്റെ മരണസമയത്തും ദേവാലയത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പണി തീർന്നിട്ടില്ല, ദേവാലയത്തിൽ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പുറംമോടി ഹെറോദേസ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന സംഭവം ഓർമ്മയുണ്ടാവും. ദേവാലയത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നുണ്ട്, നോക്കുക ആ കല്ലുകൾ എത്ര മനോഹരമാണ്. അതായത് 140 അടി നീളമുള്ള വലിയ കല്ലുകൾ കൊണ്ട് മനോഹര സ്തൂപങ്ങൾ നിർമ്മിച്ച്, ഇപ്പോൾ ഈ അടുത്ത ഇടയ്ക്ക് നടന്ന ചില ഗവേഷണങ്ങളിൽ ഈ കല്ലുകൾ ആർക്കിയോളജിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഹെറോദേസ് അന്ന് സ്ഥാപിച്ച കല്ലുകൾ, വലിയ കല്ലുകൾ, അത് ദേവാലയത്തിന് ചുറ്റും സ്തൂപങ്ങൾ സ്ഥാപിച്ച് ദേവാലയത്തെ മൂടി പിടിപ്പിക്കാൻ, യഹൂദന്മാരെ പ്രസാദിപ്പിക്കാൻ ഹെറോദേസ് ശ്രമിച്ചുകൊണ്ടിരുന്നത് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ശിഷ്യന്മാർ പറയുന്നത്, നോക്കുക ഗുരുവേ, നോക്കുക എത്ര മനോഹരമാണ് ആ കല്ലുകൾ. കർത്താവ് എന്താ മറുപടി പറഞ്ഞത്? കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അത് തകർക്കപ്പെടും. ഈശോ മരിച്ചു കഴിഞ്ഞ് 40 വർഷം കഴിയുമ്പോൾ AD 70 പോംബെ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി വന്ന്, റോമൻ പടയാളി വന്ന്, റോമൻ നേതാവ് വന്ന്, സൈന്യാധിപൻ വന്ന് ജെറുസലേം മുഴുവൻ തകർത്ത് കളയും. ദേവാലയം മുഴുവൻ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതെ തകർത്ത് കളയും. ഇതാണ് ഈശോ പറയുന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ ഹെറോദേസ് ദേവാലയം മൂടി പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് യഹൂദന്മാരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി. യഹൂദന്മാരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്തിട്ടും യഹൂദന്മാർ ഈ മനുഷ്യനെതിരാണ്. ഈ ഹെറോദേസ് അയാളാണ് രാജ്യം ഭരിക്കുന്നത്. അവനെയാണ് യേശു വിളിക്കുന്നത് എന്ത്? ആ കുറുക്കനോട് പോയി പറഞ്ഞേക്ക്, ഞാൻ ഇന്നും രോഗികളെ സുഖപ്പെടുത്തും, ഇന്നും പിശാചുകളെ ബഹിഷ്കരിക്കും, നാളെയും രോഗികളെ സുഖപ്പെടുത്തും, നാളെയും പിശാചുകളെ ബഹിഷ്കരിക്കും, മറ്റന്നാളും രോഗികളെ സുഖപ്പെടുത്തും, മറ്റന്നാളും പിശാചുകളെ ബഹിഷ്കരിക്കുമെന്ന് ആ കുറുക്കനോട് പോയി. ദാറ്റ് ഫോക്സ് ആരെ വിളിച്ചാണ്? ഈ രാജാവിനെ. കൊല്ലാതിരിക്കുമോ? ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ചുങ്കക്കാര്, സദൂക്കായര്, പരിസയര്, തീവ്രവാദികൾ, ഹെറോദേസ്. പീലാത്തോസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. 1000കണക്കിന് യഹൂദന്മാരെ കുരിശിൽ തറച്ച് കൊന്നിട്ടുള്ള ക്രൂരനായ മനുഷ്യനാണ് പീലാത്തോസ്. മറ്റൊരിടത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മറ്റൊരിടത്ത്, ഇപ്പോൾ ബൈബിൾ എടുക്കാൻ നേരമില്ല, കേട്ടിരുന്നാൽ മതി, ഒത്തിരി കാര്യം പറയാനുണ്ട്. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഗലീലിയക്കാരായ ചിലരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി ആര് കലർത്തി? പീലാത്തോസ് കലർത്തിയ വിവരം അവർ യേശുവിനെ വന്ന് അറിയിച്ചു. കണ്ടോ, ബലിയർപ്പിക്കാൻ വന്നവൻ്റെ ചോര ബലിപീഠത്തിൽ തേച്ചു വെച്ചു. ആര്? പീലാത്തോസ്. ക്രൂരനായ പീലാത്തോസ്, അധമനായ ഹെറോദേസ്, കണ്ണിൽ ചോരയില്ലാത്ത സദൂക്കായർ, കാർക്കശിക്കാരായ പരിസയർ, സ്വന്തം ലാഭം മാത്രം ലക്ഷ്യം വെച്ച ചുങ്കക്കാർ, ആയുധം വെച്ച് പോരാടിയിരുന്ന തീവ്രവാദികൾ, ഇവരുടെ നടുവിലാണ് യേശു ക്രിസ്തു ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സുവിശേഷം പറഞ്ഞുകൊണ്ട്, ദൈവരാജ്യം പറഞ്ഞുകൊണ്ട് 3 വർഷം സഞ്ചരിക്കുന്നത്. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ, ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി ഇത് മാത്രമല്ല, ഹെറോദേസ് കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ യേശുവിനെ കൊല്ലാൻ നോക്കി. അത് നിങ്ങൾക്കറിയാം. യേശുവിനെ ജെറുസലേമിൽ കുരിശിൽ തറച്ച് കൊല്ലുന്നതിന് മുമ്പ് 5 തവണ യഹൂദന്മാർ കൊല്ലാൻ നോക്കിയിട്ടുണ്ട് നേരത്തെ. ഞാൻ ചില സൂചനകൾ പറയാം. 1, നസറത്തിൽ യേശു ചെന്ന്, നസറത്തിലെ സെനഗോഗിൽ ചെന്ന് യേശു പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നു. ഓർമ്മയുണ്ടല്ലോ? അവൻ നസറത്തിലെ സെനഗോഗിൽ ചെന്ന് എഴുന്നേറ്റ് നിന്നപ്പോൾ അവന് യേശയ്യായുടെ പുസ്തകം കൊടുത്തു. അവൻ അത് തുറന്ന് വായിച്ചു. എന്താ വായിച്ചത്? കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ വത്സരം, ഇത് പ്രഖ്യാപിക്കാൻ അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു. ഞാനാണ് മിശിഹ, ഞാനാണ് അഭിഷിക്തൻ, ഞാനാണ് ക്രിസ്തു എന്ന് വ്യക്തമായിട്ട് ഈശോ പറയുമ്പോൾ, നസറത്തിലെ അവൻ്റെ സ്വന്തക്കാരും ബന്ധുക്കളും കൂട്ടുകാരും, അന്യജാതികളല്ല, നസറത്തിലെ യേശുവിൻ്റെ സ്വന്തക്കാരും ബന്ധുക്കളും കൂട്ടുകാരും യേശുവിനെ മലമുകളിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് താഴേക്ക് തള്ളിയിട്ട് കൊല്ലാൻ നോക്കി. അതെന്തിനാണ്? അങ്ങനെ എന്തിനാണ് യേശുവിനെ കൊല്ലാൻ നോക്കിയത്? അതിനൊരു സാഹചര്യമുണ്ട്. അതായത് ഇതുപോലൊരു ചെറുപ്പക്കാരൻ, നസറത്തിൽ നിന്നുള്ളൊരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്നിട്ട്, ഞാൻ രാജാവാണ്, ഞാൻ മിശിഹായാണ്, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കണമെന്ന് പറഞ്ഞാൽ റോമൻ പട്ടാളം ഇതിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും കലാപകാരികൾ എവിടെയെങ്കിലും എഴുന്നേൽക്കുന്നുണ്ടോ? ആരെങ്കിലും നേതാവായിട്ട് പൊങ്ങി വരുന്നുണ്ടോ? റോമൻ പട്ടാളം ക്യാമറ കണ്ണുകളുമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
നസറത്തിലെ യേശുവിൻ്റെ ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും കൂട്ടുകാർക്കും ആ നാട്ടിലുള്ള ആളുകൾക്ക് അറിയാം, ഇതുപോലെ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, ഞാനാണ് മിശിഹ, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. അപ്പോൾ അവരെന്താ ചിന്തിക്കുന്നത്? റോമാക്കാർ അടിച്ചമർത്തിയവരെ സ്വാതന്ത്ര്യം കൊടുക്കാൻ വേണ്ടി ഇതാ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റിരിക്കുകയാണ്. അവരെന്ത് ചെയ്യുന്നറിയാമോ? നസറത്തെന്ന ഗ്രാമം, ആ പട്ടണം തന്നെ അവർ തുടച്ചു മാറ്റി അത് ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കി കളയും. ആര്? റോമാക്കാര്. അതുകൊണ്ട് പേടിച്ചിട്ടാണ് ഇവനിങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ നസറത്തിലെ അവൻ്റെ ബന്ധുക്കൾ യേശുവിനെ കൊണ്ടുവന്ന് തള്ളിയിട്ട് കൊല്ലാൻ നോക്കുന്നത്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നോക്കണ്ട, കേട്ടാ മതി. യോഹന്നാൻ 8-ൽ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, അബ്രഹാമിന് മുമ്പ് ഞാനുണ്ട്, ദൈവം എൻ്റെ പിതാവാണ്. ഇങ്ങനെ പറയുമ്പോൾ യഹൂദന്മാർ യേശുവിനെ കൊല്ലാൻ തുടങ്ങി. അത് നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ പല സന്ദർഭങ്ങളിൽ യേശുവിനെ കൊല്ലാൻ അവർ ആലോചിച്ചിരുന്നു, കൊല്ലണമെന്ന് തീരുമാനിച്ചിരുന്നു, കൊല്ലാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അവിടെ നിന്നല്ല, യേശു തന്ത്രപൂർവം രക്ഷപ്പെട്ടുപോയി. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ അതിൻ്റെ പ്രധാന ഭാഗത്തേക്ക് വരികയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യഹൂദന്മാരുടെ ആദ്യത്തെ തിരുനാൾ. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, അതാണ് പെസഹ തിരുനാൾ. യഹൂദന്മാരുടെ കലണ്ടർ, നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടറിലെ ആദ്യത്തെ മാസം ഏതാണ്? ജനുവരി മാസമാണ്. യഹൂദൻ്റെ കലണ്ടറിലെ ആദ്യത്തെ മാസത്തിൻ്റെ പേരാണ് നീസാൻ മാസം. ഏത് മാസം? നീസാൻ മാസം. എന്ത് മാസം? നീസാൻ മാസം. നീസാൻ മാസം. നീസാൻ മാസം 14-ാം തീയതിയാണ് പെസഹ തിരുനാൾ. നീസാൻ മാസം 14-ാം തീയതി പെസഹ തിരുനാൾ വരികയാണ്. ഇത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ്. അങ്ങനെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഈ പെസഹ തിരുനാൾ വരുന്ന സമയത്ത് കർത്താവായ യേശു ക്രിസ്തു ജെറുസലേമിലേക്ക് പോവുകയാണ്. ജെറുസലേമിലേക്ക് ഈശോ പോയാൽ അവിടെ യേശുവിനെ കൊല്ലുമെന്ന് എല്ലാ ശിഷ്യന്മാർക്കും ഉറപ്പായിരുന്നു. കാരണം ഇതിനോടകം തന്നെ ഫരിസയരും സദുക്കായരും ചുങ്കക്കാരും തീവ്രവാദികളും ഹെറോദേസും പീലാത്തോസും യേശുവിനെതിരായി കഴിഞ്ഞിരുന്നു. യേശു ക്രിസ്തു ജെറുസലേമിലേക്ക് പോയാൽ യേശുവിനെ കൊല്ലുമെന്ന് ശിഷ്യന്മാർക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് തോമാസ് ലീഗ പറയുന്നത്, വരിക, നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം. കൊല്ലുമെന്നവർക്ക് ഉറപ്പായിരുന്നു. കൊല്ലുമെന്നുറപ്പായിരിക്കുമ്പോൾ പെസഹ തിരുനാളിന് യഹൂദനൊരു നിയമമുണ്ട്. എല്ലാ യഹൂദന്മാരും നിർബന്ധമായും, എല്ലാ യഹൂദ പുരുഷന്മാരും പെസഹ തിരുനാളിന് ജെറുസലേമിൽ എത്തിയിരിക്കണം. ഈശോ തൻ്റെ മരണത്തിൻ്റെ സമയം തിരഞ്ഞെടുക്കുന്നത് ഈ സമയത്താണ്. പെസഹ തിരുനാളിന് എല്ലാ യഹൂദന്മാരും ജെറുസലേമിൽ എത്തിയിരിക്കണം. മുൻപൊരിടത്ത് ഈശോ പറഞ്ഞിട്ടുണ്ട്, പ്രവാചകൻ ജെറുസലേമിൽ വെച്ചാണ് കൊല്ലപ്പെടുന്നത്. പ്രവാചകന്മാർ കൊല്ലപ്പെട്ടതെല്ലാം ജെറുസലേമിൽ വെച്ചാണ്. ഈശോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈശോ തീരുമാനിച്ചു, പെസഹ തിരുനാളിന് പോവാം. പെസഹ തിരുനാളിന് എല്ലാ യഹൂദ പുരുഷന്മാരും നിർബന്ധമായും ജെറുസലേമിൽ എത്തണമെന്ന് നിയമമുണ്ടായിരുന്നു. അങ്ങനെ 20 ലക്ഷം യഹൂദന്മാർ, കേൾക്കുന്നുണ്ടോ? 20 ലക്ഷം യഹൂദന്മാർ ജെറുസലേമിൽ സമ്മേളിച്ചിരുന്ന ഒരു ദിവസം. 20 ലക്ഷം യഹൂദന്മാർ ജെറുസലേമിൽ തമ്പടിച്ചിരുന്ന ഒരു ദിവസം. ആ ദിവസത്തിൻ്റെ പ്രത്യേകത, ആ ദിവസങ്ങളുടെ പ്രത്യേകത, റോമൻ പട്ടാളത്തിനറിയാം കലാപം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കലാപമുണ്ടാവാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് പീലാത്തോസിൻ്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് റോമൻ പട്ടാളക്കാർ ജെറുസലേം ദേവാലയത്തിൻ്റെ ഗേറ്റിൻ്റെ വലതുവശത്ത്, ഇത് നിങ്ങൾ ഓർത്തിരിക്കണം, ജെറുസലേം ദേവാലയത്തിൻ്റെ ഗേറ്റിൻ്റെ ഏത് ഭാഗത്ത്? റൈറ്റ് സൈഡിൽ ആയിരക്കണക്കിന് റോമൻ പട്ടാളക്കാർ പീലാത്തോസിൻ്റെ നേതൃത്വത്തിൽ തമ്പടിച്ചിരിക്കുകയാണ് പെസഹ തിരുനാളിന്. ദേവാലയത്തിലേക്ക് കയറുന്ന ഗേറ്റ്, ഇടത്തോട്ട് പോയാൽ ദേവാലയം, വലത്തോട്ട് പോയാൽ പീലാത്തോസിൻ്റെ നേതൃത്വത്തിൽ റോമൻ പട്ടാളത്തിൻ്റെ താവളം. ഇത് മനസ്സിൽ വെച്ചിരിക്കണം, ഇത് മറന്നു പോകരുത്. ഗേറ്റ്, ഇടത്തോട്ട് പോയാൽ ജെറുസലേം ദേവാലയം, വലത്തോട്ട് പോയാൽ പീലാത്തോസിൻ്റെ പട്ടാളത്തിൻ്റെ താവളം. ലക്ഷക്കണക്കിന് യഹൂദന്മാർ ജെറുസലേമിൽ തമ്പടിച്ചിരുന്ന ഒരു ദിവസം കർത്താവ് ഈശോ മിശിഹ ഒരു കഴുതപ്പുറത്ത് കയറിയിരുന്നു. ഒരു കഴുതപ്പുറത്ത് കയറിയിരുന്നിട്ട് യേശുവിനെ പരിചയമുണ്ടായിരുന്ന ഗലീലിൽ നിന്ന് വന്നവർ, കഫർനാമിൽ നിന്ന് വന്നവർ,
ബത്സയിദയിൽ നിന്ന് വന്നവർ, നസറത്തിൽ നിന്ന് വന്നവർ, 10,000-കണക്കിന് യഹൂദന്മാർ, പാവപ്പെട്ട മനുഷ്യർക്ക് യേശുവിനോട് സ്നേഹമുണ്ട്, പാവപ്പെട്ട ജനത്തിന് യേശുവിനോട് സ്നേഹമുണ്ട്. അവരെല്ലാം യേശുവിൽ വിശ്വാസം അർപ്പിച്ചിരുന്നത് ഈ അത്ഭുത പ്രവർത്തകൻ റോമൻ പട്ടാളത്തിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കും, റോമൻ പട്ടാളത്തിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കാൻ ദൈവം അയച്ച പ്രവാചകനാണ്, മിശിഹായാണ് ഇത് എന്നവർ വിശ്വസിച്ചു. ഈ പാവങ്ങളെല്ലാം അങ്ങനെ വിശ്വസിച്ചിരുന്നു. അങ്ങനെ വിശ്വസിച്ചിരുന്ന ഈ ജനം ഈ കഴുതപ്പുറത്ത് യേശു കയറിയിരിക്കുമ്പോൾ അവർ ഒലിവിൻ ചില്ലകളും ഈന്തിലകളും അവർ മരച്ചില്ലകളും ഒക്കെ ഒടിച്ചെടുത്ത് കൈ പിടിച്ചുകൊണ്ട് തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ചുകൊണ്ട് അവരെന്താണ് പാടിയത്? എന്താണ് പാടിയത്? അതൊന്ന് പാടിക്കേ. നിങ്ങൾ പാട്ട് പാടുന്ന പോലെ ഒന്ന് പാടിക്കേ. മതി, അതങ്ങനല്ല അവർ പാടിയത്. നമുക്കിപ്പോൾ ഇങ്ങനെ പാടാം, കാരണം നമുക്കിത് ആരാധനയാണ്. അവരെ സംബന്ധിച്ച് അത് വിപ്ലവഗാനമായിരുന്നു. മനസ്സിലായോ? അവർ ഓശാന പാടിയത് ഓശാനോ, മനസ്സിലാവുന്നുണ്ടോ? സിന്ദാബാദ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെയാണ് അവർ ഓശാന വിളിച്ചത്. ഹോസാനോ, അതിൻ്റെ അർത്ഥം കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്താണ് അവരുടെ തലയിലിരിക്കുന്ന ഓശാന പറയുമ്പോൾ? ഈ കഴുതപ്പുറത്തിരിക്കുന്ന ഞങ്ങളുടെ വിപ്ലവ നേതാവ്, ജെറുസലേമിൽ സമ്മേളിച്ചിരിക്കുന്ന 1000-കണക്കിന് റോമൻ പട്ടാളത്തെ ഞങ്ങൾ ഒരുമിച്ച് ചെന്ന് കീഴ്പ്പെടുത്തും, ഈ രാജ്യം ഞങ്ങൾ വീണ്ടെടുക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓശാന വിളിച്ചത് യേശു ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടൊന്നുമല്ല. ഓശാന വിളിച്ചത് അവർ നേരെ 2 ദിവസം കഴിയുമ്പോൾ തിരിയുന്ന നിങ്ങൾ കണ്ടോ? എന്തുകൊണ്ടാണ് തിരിഞ്ഞത്? അവരുടെ പ്രതീക്ഷ പോലെ കാര്യങ്ങൾ നടന്നില്ല, അതുകൊണ്ടാണ് തിരിഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ യേശു ക്രിസ്തു കഴുതപ്പുറത്ത് കയറിയിരുന്ന് രാജാധിരാജാവിനെ പോലെ അവൻ ജെറുസലേമേക്ക് രാജകീയ പ്രവേശനം, റോയൽ എൻട്രി ഇൻ ടു ദ സിറ്റി ഓഫ് ജെറൂസലേം, അങ്ങനെ രാജകീയ പ്രവേശനം നടത്താൻ കഴുതപ്പുറത്ത് കയറിയിരുന്ന് കർത്താവ് യാത്ര ചെയ്യുമ്പോൾ 10,000-കണക്കിന് ഗലീലിൽ നിന്ന്, നസറത്തിൽ നിന്ന്, കവർനാമിൽ നിന്ന്, ബത്സയിദയിൽ നിന്നൊക്കെ വന്നിരുന്ന പാവപ്പെട്ട യഹൂദന്മാർ അവരൊക്കെ വിളിച്ചു ഹോസാനാ, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഹോസാനാ. അത് സിന്ദാബാദ് വിളിയായിരുന്നു. നിങ്ങൾക്കറിയോ? അത് ഒരു സമര ആഹ്വാനമായിരുന്നു. റോമൻ പട്ടാളം തമ്പടിച്ചിരുന്ന സ്ഥലത്തേക്ക്, ജെറുസലേമിൻ്റെ ദേവാലയത്തിൻ്റെ ഗേറ്റിലേക്ക് അവർ ഒരുമിച്ച് പോവുകയാണ്. അവരൊരുമിച്ച് ഇങ്ങനെ ഓശാന വിളിച്ച് കർത്താവ് അവരുടെ മുമ്പിൽ ഒരു കഴുതപ്പുറത്തിരുന്ന് രാജാവിനെ പോലെ, ഒരു വിജയശ്രീലാളിതനെ പോലെ, ഒരു യുദ്ധം കഴിഞ്ഞ് വിജയിച്ചു വരുന്ന രാജാവിനെ പോലെ കർത്താവ് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത് ജെറുസലേമിൻ്റെ ഗേറ്റിലേക്ക് അവർ കടന്നു. ജനം മുഴുവൻ പ്രതീക്ഷിച്ചിരുന്നത് കർത്താവ് എങ്ങോട്ട് തിരിയും? വലത്തോട്ട് തിരിയും. വലത്തോട്ട് തിരിഞ്ഞാൽ എവിടെ ചെല്ലും? പീലാത്തോസിൻ്റെയും പട്ടാളത്തിൻ്റെയും താവളത്തിലേക്ക് ചെല്ലും. അവിടെ ലഹള നടക്കും, അവിടെ റയട്ടുണ്ടാവും. എന്നാൽ തൻ്റെ പിന്നാലെ വന്ന മുഴുവൻ മനുഷ്യരെയും നിരാശരാക്കിക്കൊണ്ട് കർത്താവ് ഇടത്തോട്ട് തിരിഞ്ഞ് അവൻ ജെറുസലേം ദേവാലയത്തിനകത്തേക്ക് കയറി ചെന്നു. കഴുതയെ മുന്നോട്ട് നയിക്കാൻ അവൻ്റെ കയ്യിൽ ഒരു ചാട്ടയുണ്ടായിരുന്നു. ആ ചാട്ട എടുത്ത് അവൻ കാള, ആട്, പ്രാവ് തുടങ്ങിയവ വിറ്റിരുന്ന ആളുകളുടെ മേശയും നാണയമാറ്റക്കാരുടെ മേശയും തട്ടിമറിച്ചിട്ട് അവൻ ഈ ചാട്ട കൊണ്ട് ഈ സാധുക്കാരെ മുഴുവൻ അടിച്ച് പുറത്താക്കിയിട്ട് പറഞ്ഞു, എൻ്റെ ദൈവത്തിൻ്റെ ആലയം നിങ്ങൾ കച്ചവടക്കാരുടെ ഗുഹയാക്കി മാറ്റിയോ? നിങ്ങൾ പറ, കൊല്ലുവോ? ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് മരണത്തിലേക്ക് നടന്നുപോയ ചരിത്ര വഴികൾ ഞാൻ പറയുകയാണ്. അങ്ങനെ ഓശാന തിരുനാളിൻ്റെ അന്ന് ജെറുസലേം ദേവാലയത്തിൽ ചെന്ന് നാണയമാറ്റക്കാരുടെ മേശകൾ മറിച്ചിട്ടു, കാള, ആട്, പ്രാവ് തുടങ്ങിയ വിറ്റിരുന്നവരുടെ മേശകളെല്ലാം വലിച്ച് താഴെയിട്ടു, എല്ലാവരെയും അടിച്ച് പുറത്താക്കിയിട്ട് അവൻ പറഞ്ഞു, കർത്താവിൻ്റെ ആലയം സദൂക്കായരെ നിങ്ങൾ കച്ചവട സ്ഥലമാക്കിയോ? അത് കഴിഞ്ഞ് യേശു ഒലിവുമലയിലേക്ക് തിരിച്ചുപോയി. ഒലിവുമലയിലിരുന്ന ആ രാത്രി ജെറുസലേമിലെ നോക്കി യേശു വാവിട്ട് കരഞ്ഞു, ജെറുസലേം, ജെറുസലേം, തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ സംരക്ഷിക്കുന്നത് പോലെ നിന്നെ ഞാൻ സംരക്ഷിക്കാൻ ആഗ്രഹിച്ചു.
പ്രവാചകന്മാരെ വകവരുത്തിയവളെ, ജെറുസലേമേ ജെറുസലേമേ, തള്ളക്കോഴി കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിൻ കീഴിൽ മറച്ചു പിടിക്കുന്നത് പോലെ നിന്നെ ഞാൻ മറച്ചു പിടിക്കാൻ ആഗ്രഹിച്ചു, പക്ഷേ നീ എന്നെ ശ്രദ്ധിച്ചില്ല. ജെറുസലേം ജെറുസലേം എന്ന് ഒലിവുമലയുടെ മുകളിൽ നിന്നുകൊണ്ട് ജെറുസലേമിനെ നോക്കി കർത്താവ് പൊട്ടി പൊട്ടി കരഞ്ഞു. അന്ന് രാത്രി അവൻ ബഥാനിയയിലേക്ക് പോയി. മാർത്തയുടെയും മേരിയുടെയും വീട്ടിൽ താമസിച്ചു. പിറ്റേന്ന് രാവിലെ അവൻ ദേവാലയത്തിൽ വന്നു. നിങ്ങൾ ഓർക്കണം, കൊല്ലാൻ കാത്തു നിൽക്കുന്നൊരു ജനത്തിൻ്റെ നടുവിലേക്ക് കർത്താവ് വീണ്ടും വന്നപ്പോൾ അവർ ചോദിച്ചു, സീസറിന് നികുതി കൊടുക്കുന്നത് ശരിയോ തെറ്റോ? ഒരു നാണയം കാണിക്കാൻ പറഞ്ഞു. സീസറിനുള്ളത് സീസറിന്, ദൈവത്തിനുള്ളത് ദൈവത്തിന്. ഓരോ ചോദ്യം ചോദിച്ചു, ഓരോ ചോദ്യത്തിന് ഉത്തരം കൊടുത്തു. അവരുടെ വൈരാഗ്യം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ സെൻഹദ്രീൻ സമ്മേളിച്ചു. 70 പേരുണ്ട്. 70 പേരിൽ 68 പേരും യേശുവിനെതിരാണ്. യേശുവിനെ അനുകൂലിക്കുന്ന 2 പേര് ഇതിനകത്തുണ്ട്. പറയാമോ? 1 നിക്കോദേമൂസ്, 2 അരിമത്യാക്കാരൻ ജോസഫ്. നിക്കോദേമൂസും അരിമത്യാക്കാരൻ ജോസഫ് ഒഴിച്ച് ബാക്കി 68 പേരും സെൻഹദ്രീൻ സംഘത്തിൽ യേശുവിനെതിരാണ്. അവർ കൂടി ആലോചിച്ചിട്ട് പറഞ്ഞു, നോക്കുക, ജനം മുഴുവൻ അവൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞു. ഇനി അവനെ പിടിച്ചു കിട്ടിയില്ലെങ്കിൽ ഉപദ്രവമാണ്. അവർ പറഞ്ഞു, റോമാക്കാർ വന്ന് ഈ ദേവാലയം നശിപ്പിക്കും, ജെറുസലേമിന് തീ വെക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവനെ കൊല്ലണം, എത്രയും പെട്ടെന്ന് ഇവനെ ഇല്ലാതാക്കണം. അങ്ങനെ അവർ കൂടി ആലോചിച്ച് യേശുവിനെ കൊല്ലാൻ അവർ തീരുമാനിച്ചു. ഈശോ മാർത്തയുടെയും മേരിയുടെയും വീട്ടിൽ ഓരോ സന്ധിയിലും പോവും. ലാസറിൻ്റെയും മാർത്തയുടെയും മറിയത്തിൻ്റെയും വീട്ടിൽ തൻ്റെ ദുഃഖ വെള്ളിയാഴ്ച ഉയരാൻ പോകുന്ന കുരിശുമരത്തെ മനസ്സാലെ ഏറ്റെടുത്തുകൊണ്ട് ആ ദുഃഖഭാരത്തിൽ മനസ്സു നൊന്ത് ഓരോ രാത്രിയും കർത്താവ് ചെലവഴിക്കും. പ്രഭാതത്തിൽ അവൻ ജെറുസലേമിലേക്ക് തിരിച്ചു വരും. ജെറുസലേമും ബഥാനിയയും തമ്മിൽ 4 കിലോമീറ്ററിന് ദൂര വ്യത്യാസമേ ഉള്ളൂ, 2 മൈൽ ദൂരമേ ഉള്ളൂ. അപ്പോൾ ഒരു 3.5 കിലോമീറ്റർ ദൂരത്തുള്ള ബഥാനിയയിലേക്ക് പോയിട്ട് അവിടെ താമസിച്ചിട്ട് പ്രഭാതമാകുമ്പോൾ ജെറുസലേമിലേക്ക് വരും. ഓരോ ദിവസവും തിങ്കൾ, ചൊവ്വ, ബുധൻ ഈ ദിവസങ്ങളിലെല്ലാം ഈശോ ജെറുസലേമിലേക്ക് വരികയാണ്. വരുമ്പോഴെല്ലാം ഇവരുമായിട്ട് വാഗ്വാദം ഉണ്ടാവുകയാണ്, തർക്കം ഉണ്ടാവുകയാണ്. കർത്താവ് രണ്ടും കൽപ്പിച്ചെന്ന പോലെ അവരുടെ മുമ്പിൽ പിടിക്കപ്പെടാനായി നിന്നുകൊടുത്തിങ്ങനെ വളരെ ധൈര്യത്തോടെ നിൽക്കുകയാണ്. സെൻഹദ്രീൻ കൂടി ആലോചിച്ച് തീരുമാനിച്ചു, എങ്ങനെയെങ്കിലും ഇവനെ കൊല്ലണം. പക്ഷേ ദേവാലയത്തിൽ വെച്ച് യേശുവിനെ പിടിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? യേശുവിനെ അനുകൂലിക്കുന്ന ആയിരക്കണക്കിന് ഗലീലക്കാർ ദേവാലയത്തിൽ പെസഹ തിരുനാളിന് വന്നിട്ടുണ്ട്. അവർ വിപ്ലവം ഉണ്ടാക്കും. യേശുവിനെ സ്നേഹിക്കുന്ന കുറച്ച് പേരെങ്കിലും ഇപ്പോൾ നഗരത്തിലുണ്ട്. അതുകൊണ്ട് ജെറുസലേമിൽ വെച്ചോ പട്ടണത്തിൻ്റെ പരിസര പ്രദേശത്ത് വെച്ചോ 20 ലക്ഷം യഹൂദന്മാർ തിങ്ങി നിറഞ്ഞ് സൂചി കുത്താൻ ജെറുസലേമിൽ സ്ഥലമില്ലാതിരിക്കുന്ന ഒരു സമയത്ത് യേശുവിനെ പൊതുജന മധ്യത്തിൽ വെച്ച് പിടിച്ചു കെട്ടിയാൽ അത് ലഹളയുണ്ടാക്കുമെന്നറിയാവുന്നത് കൊണ്ട് അവർ ഒരു അവസരം കാത്തിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യൂദാസ് അവരുടെ അടുത്തേക്ക് വരുന്നത്. യൂദാസ് വന്നിട്ട് പറയുകയാണ്, രഹസ്യമായിട്ട് ആരും കാണാതെ, ഒരാളുടെ കണ്ണിപ്പെടാതെ, ഞങ്ങൾ മാത്രമുള്ള സമയത്ത് ഞാൻ നിങ്ങൾക്ക് യേശുവിനെ കാണിച്ചു തരാം. എനിക്ക് 30 വെള്ളി നാണയം നിങ്ങൾ കൂലിയായി തരണം. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഒരടിമയുടെ വിലയാണത്. 20 വെള്ളിക്കാശ് ജോസഫിനെ വിറ്റത്, 30 വെള്ളിക്കാശ് യേശുവിനെ വിറ്റത്. അടിമയുടെ കൂലിയാണത്. ഒരടിമയുടെ വിലയായ 30 വെള്ളിക്കാശ് എനിക്ക് തന്നാൽ ഞാൻ യേശുവിനെ കാണിച്ചു തരാം. അങ്ങനെ യേശുവിനെ കാണിച്ചു കൊടുക്കാൻ യൂദാസ് ഒരവസരം നോക്കിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈശോ മിശിഹ 2 പേരെ പട്ടണത്തിലേക്ക് അയച്ച് സെഹിയോൻ മാളിക മുറി തയ്യാറാക്കി. മർക്കോസിൻ്റെ അമ്മയുടെ പേര് മറിയം, മറിയത്തിൻ്റെ വീടാണ് സെഹിയോൻ മാളിക. മർക്കോസിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ വീടായ സെഹിയോൻ മാളികയുടെ 2ാം നിലയിൽ അപ്പർ റൂം, മുകളിലത്തെ നില. ആ മുകളിലത്തെ നിലയിൽ ശിഷ്യന്മാർ പെസഹ ഭക്ഷിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി. കർത്താവ് ഈശോ മിശിഹ അപ്പവും വീഞ്ഞും എടുത്ത് തൻ്റെ ശരീര രക്തങ്ങളാക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. പിറ്റേ ദിവസം ഈശോ വധിക്കപ്പെടുമെന്ന് കർത്താവിന് അറിയാം. അന്ന് രാത്രി ഏതാണ്ട് 8:30 മണി കഴിയുമ്പോൾ സ്തോത്രഗീതങ്ങൾ ആലപിച്ച് പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് ശിഷ്യന്മാരോടെല്ലാം യാത്ര പറഞ്ഞ് യേശുവും ശിഷ്യന്മാരും കൂടി ഒലിവുമലയിലേക്ക് ഗത്സമൻ തോട്ടത്തിലേക്ക് പോയി. ഗത്സമൻ തോട്ടത്തിലേക്ക് ഈശോ പോകുമ്പോൾ കെദ്രോൺ താഴ്വാരം, കെദ്രോൺ അരുവി ചാടിക്കടന്നാണ് ഈശോ ഒലിവുമലയിലേക്ക് പോകുന്നത്.
ഈ കെദ്രോൻ തോട്ടിലൂടെയാണ് ജെറുസലേം ദേവാലയത്തിൽ 2 ലക്ഷത്തോളം ആടുകളെ കൊന്നിട്ട് ആ 2 ലക്ഷത്തോളം ആടുകളുടെ മുഴുവൻ ചോര ജെറുസലേം ദേവാലയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങി ആ ചോര ഒഴുകിപ്പോകുന്ന കെദ്രോൻ തോട് കടന്ന് ചാടി അപ്പുറത്തെത്തുമ്പോൾ ഈശോ മിശിഹ മനസ്സിൽ ഇങ്ങനെ സങ്കല്പിച്ചു, ഈ ചോര ഒഴുകുന്നത് പോലെ നാളെ ഈ നഗരത്തിലൂടെ എൻ്റെ ചോര ഒഴുകും. ഗത്സമൻ തോട്ടത്തിലെത്തി ഒലിവ് മരത്തിൻ്റെ ചുവട്ടിൽ കൈകുത്തിയിരുന്ന് നാളെ തനിക്ക് സംഭവിക്കാൻ പോകുന്ന ദുരന്തത്തിൻ്റെ പാരമ്യമോർത്തു. ഈശോ എന്താണ് പ്രാർത്ഥിക്കുന്നത്? പിതാവേ, ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. എന്താണ് അതിൻ്റെ അർത്ഥം? അവൻ്റെ രക്തധമനികൾ പൊട്ടി വിയർപ്പ് രക്തത്തുള്ളികളായി പുറത്തു വന്നു. നമ്മൾ വായിക്കുന്നു, സഹിക്കാൻ പറ്റാത്ത എന്തോ ഒരു ഭാരം യേശുവിനെ വേട്ടയാടുകയാണ്. അത് കുരിശിൽ തറയ്ക്കപ്പെട്ട് കൊല്ലപ്പെടും എന്ന ചിന്തയല്ല. അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ തിരുത്തണം. കാരണം ധൈര്യപൂർവം കുരിശിലേക്ക് നടന്നുപോയ ആയിരക്കണക്കിന് സാധാരണ മനുഷ്യരുണ്ട്. അപ്പോൾ ഒരു കുരിശുമരം കണ്ട് യേശു പേടിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കുരിശിൽ കൊല്ലപ്പെടാൻ പോകുന്നതിൻ്റെ വേദന ഓർത്തിട്ടല്ല ഈശോ കരയുന്നത്. ഈശോ വേവുന്നത്, ഈശോയുടെ ഹൃദയം നൊന്ത് നീറുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഈശോയ്ക്കറിയാം, കുരിശിൽ കിടക്കുമ്പോൾ പാപം ചെയ്ത ഒരു വ്യക്തിയുടെ, പാപം ചെയ്തൊരു ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായിട്ടാണ് ഞാൻ കുരിശിൽ കിടക്കാൻ പോകുന്നത്. ഞാൻ കുരിശിൽ കിടക്കുമ്പോൾ പാപം ചെയ്തൊരു വ്യക്തിക്ക് നിത്യതയിൽ നഷ്ടപ്പെടുന്നത് ദൈവത്തെയാണ്. ശ്രദ്ധിക്കണം, പാപം ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, നിത്യപാപത്തിൽ മാരക പാപത്തിൽ മരിക്കുന്ന ഒരു വ്യക്തിക്ക് നഷ്ടപ്പെടുന്നത് ദൈവത്തോടുള്ള ബന്ധമാണ്. അതിൻ്റെ പേരാണ് നരകം. ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുന്ന പാപി കടന്നു പോകുന്ന അനുഭവം കുരിശേ കിടക്കുമ്പോൾ ഞാൻ അനുഭവിക്കും. എനിക്ക് നിഴല് പോലെ, നിശ്വാസം പോലെ, പ്രാണവായു പോലെ എൻ്റെ കൂടെയുള്ള എൻ്റെ പിതാവുമായുള്ള ബന്ധം അല്പനേരത്തേക്കെങ്കിലും മുറിയും. ഇതാണ് യേശുവിൻ്റെ വേദന. പിതാവുമായുള്ള ബന്ധം മുറിയും. അതാണ് യേശു പിന്നീട് കുരിശിൽ കിടന്ന് വിളിക്കുന്നത്. ഇത്രയും കാലം ദൈവത്തെ പിതാവേ, ആബാ 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 എന്ന് മാത്രം വിളിച്ചിട്ടുള്ള ഈശോ ജീവിതത്തിൽ ആദ്യമായിട്ട് പിതാവിനെ വിളിച്ചു, എൻ്റെ ദൈവമേ. പാപിയുടെ നിലവിളിയാണത്. പാപിക്ക് പിതാവേ എന്ന് വിളിക്കാൻ പറ്റില്ല. മകനെ പിതാവേ എന്ന് വിളിക്കാൻ പറ്റൂ. പാപിയുടെ അവസ്ഥയിലേക്ക്, പാപം ചെയ്ത് നിത്യത നഷ്ടപ്പെട്ട, ദൈവബന്ധം മുറിഞ്ഞുപോയ, അങ്ങനെ മുറിഞ്ഞു പോകാൻ സാധ്യതയുള്ള അനേകം പാപികളുടെ സ്ഥാനത്ത് തന്നെ കുരിശിൽ ചേർത്ത് കെട്ടിയിട്ടുകൊണ്ട് ആ പാപത്തിന്റെ ഭാരം ഹൃദയത്തിൽ, ആത്മാവിൽ അനുഭവിച്ചുകൊണ്ട് അവൻ വിളിച്ചു, ഏലി ഏലി ലമാ സബക്താനി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടു? കേൾക്കുന്നുണ്ടോ? കൈവിട്ടു എന്ന് പറഞ്ഞാൽ ഐ ആം നോ ലോങ്ങർ ഐ ആം ഏബിൾ ടു ബി ഇൻ ടച്ച് വിത്ത് യു. എനിക്ക് നിന്നെ കിട്ടുന്നില്ല, എനിക്ക് നിന്നെ അനുഭവിക്കാൻ പറ്റുന്നില്ല. അപ്പാ, നീ എന്നെ വിട്ടോ. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതാണ് ഈശോ പറയുന്നത്. അപ്പാ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്താന്ന് പിടികിട്ടിയോ? ഈ പാനപാത്രം കഴിയുമെങ്കിൽ ഇതാകുന്നു പോട്ടെ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുമ്പോൾ ഒരു കൈയിൽ കത്തിച്ചു പിടിച്ച തീപ്പന്തവും മറുകൈയിൽ മാരകായുധമായി പടയാളികൾ യേശുവിനെ പിടിക്കാൻ വരുമ്പോൾ അവരുടെ മുൻപിൽ ഒരു വിജയെ പോലെ യൂദാസ് നടന്നു വരുന്നത് യേശു കണ്ടു. സ്നേഹിത, ചുംബനം കൊണ്ടാണോ നീ നിന്റെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കുന്നത്? ആ ചോദ്യത്തിന് കാതു കൊടുക്കാതെ കെട്ടിപ്പിടിച്ച്, യേശുവിനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ മുഖത്ത് മാറി മാറി ചുംബിച്ചുകൊണ്ട് യൂദാസ് പറഞ്ഞു, ഗുരോ സ്വസ്തി, ഗുരോ സ്വസ്തി, ഗുരോ സ്വസ്തി. പടയാളികൾ യേശുവിൻ്റെ മേൽ ചാടി വീണു, അവനെ ബന്ധിച്ചു. ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയി. അങ്ങനെ ഈശോ മിശിഹ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ടു. സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ ആരെയും വിചാരണ ചെയ്യാൻ പാടില്ല എന്ന് യഹൂദന് നിയമം ഉണ്ടായിരുന്നു. സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ ആരെയും വിചാരണ ചെയ്യാൻ പാടില്ല. സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ ആരെയും വിചാരണ ചെയ്യാൻ പാടില്ല എന്ന് നിയമം ഉണ്ടായിരുന്ന യഹൂദൻ ഒരു രാത്രിയിൽ 4 കോടതികളിൽ യേശുവിനെ വിചാരണ ചെയ്തു. അന്നാസിൻ്റെയും കയ്യാപ്പാസിൻ്റെയും കോടതി സൻഹദ്രീൻ, പീലാത്തോസിൻ്റെ കോടതി,
ഹെറോദേസിന്റെ കോടതി, വീണ്ടും പീലാത്തോസിന്റെ കോടതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒറ്റ രാത്രിയിൽ 4 കോടതികൾ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നമ്മൾ ഈശോയുടെ മരണത്തോടടുക്കുകയാണ്. ഈശോ മരണത്തിലേക്ക് നടന്നുപോയ വഴികൾ നമ്മൾ ചിന്തിച്ചു. നമ്മളിനി കർത്താവിൻ്റെ ഈ സന്ദേശത്തിൻ്റെ മർമ്മഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ മരണത്തോടടുക്കുകയാണ്. ഇതിൻ്റെ ഒടുവിൽ നമ്മളൊരു ചോദ്യം ചോദിക്കും: ഈശോ, നീ എന്തിനാണ് നിൻ്റെ മരണം ഇങ്ങനെ തിരഞ്ഞെടുത്തത്? അതാണ് ഈ രാത്രിയിലെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന സന്ദേശം. നീ എന്തിനായിരുന്നു ഇങ്ങനെ ഒരു മരണം തിരഞ്ഞെടുത്തത്? ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്ത്. തന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാനായി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. എന്നെയും നിന്നെയും ദൈവം അത്രമാത്രം സ്നേഹിച്ചു. എന്നെയും നിന്നെയും ഈശോ അത്രമാത്രം സ്നേഹിച്ചു. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി. എത്രത്തോളം നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവിനോട് ഈ രാത്രിയിൽ ദൈവവചനം കേൾക്കുമ്പോൾ യേശുവിനോട് സ്നേഹം തോന്നുന്നോ, അത്രയും ആഴമായി, അത്രയും ആത്മാർത്ഥമായി നിലവിളികളോടെ നിങ്ങൾ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ, ശക്തിയോടെ സ്തുതിക്കട്ടെ. ദൈവമേ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ, യേശുവിൻ്റെ നാമത്തിൽ മാമോദീസ മുങ്ങാൻ, യേശുവിൻ്റെ നാമത്തിൽ പിതാവിനെ ആരാധിക്കാൻ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയാൻ, യേശുവിൻ്റെ നാമത്തിൽ മുദ്ര ചെയ്യപ്പെടാൻ ഭാഗ്യം കിട്ടിയ ഞങ്ങൾക്ക് യേശുവിനെ തന്ന പിതാവേ, യേശുവിനെ തന്ന പിതാവേ, യേശുവിനെ തന്ന പിതാവേ, യേശുവിനെ തന്ന പിതാവേ, ഉച്ചത്തിൽ വിളിക്കുന്നു ആബാ പിതാവേ. ആബാ പിതാവേ, ആബാ പിതാവേ. കരങ്ങളടിച്ച് ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പെട്ടെന്നിരുന്നേ. നമ്മൾ ഈശോയുടെ മരണത്തിലേക്ക് അടുക്കുകയാണ്. യെശയ്യാ പ്രവചനം 50-ാം അധ്യായം. നമ്മൾ പഴയ നിയമത്തിൽ യേശുവിൻ്റെ പീഡാനുഭവത്തെ, മരണത്തെ, യേശുവിൻ്റെ ഉത്ഥാനത്തെ എല്ലാം സൂചിപ്പിക്കുന്ന പ്രവചനങ്ങൾ പഴയ നിയമത്തിലുണ്ട്. ചില ഭാഗങ്ങൾ ഇന്നലെ രാത്രിയിൽ നമ്മൾ കാണാൻ ശ്രമിച്ചു. 1-2 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ വായിക്കുകയാണ്. യെശയ്യാ പ്രവചനം 50-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. ദൈവമായ കർത്താവ് എൻ്റെ കാതുകൾ തുറന്നു. ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്നയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. ഞാൻ എൻ്റെ മുഖം ശിലാതുല്യമാക്കി. പ്രവചനങ്ങൾ കിടക്കുകയാണ്. യേശുവിൻ്റെ മരണത്തെ സംബന്ധിക്കുന്ന പ്രവചനങ്ങൾ പറയുകയാണ്. ദൈവമായ കർത്താവ് എൻ്റെ കാതുകൾ തുറന്നു. ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. യെശയ്യാ 53 നമ്മൾ വായിക്കുകയാണ്. യെശയ്യാ 53:3 മുതൽ. യെശയ്യാ 53 നമ്മൾ വായിക്കുന്നത് 2 മുതൽ വായിച്ചു. തൈച്ചെടി പോലെ വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുള പോലെ അവൻ അവിടുത്തെ മുമ്പിൽ വളർന്നു. ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നു. യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. പീഡിപ്പിക്കപ്പെട്ട സമയത്ത് അവൻ വിരൂപനായി മാറി. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി.
നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആടുകളെപ്പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. 129 സങ്കീർത്തനം 3 വാക്യം. 129 സങ്കീർത്തനം 3 വാക്യം. ഉഴവുകാർ എൻ്റെ മുതുകിൽ ഉഴുതു, അവർ നീളത്തിൽ ഉഴവുചാല് കീറി. ഉഴവുകാർ എൻ്റെ മുതുകിൽ ഉഴുതു, അവർ നീളത്തിൽ ഉഴവുചാൽ കീറി. വീണ്ടും നമ്മൾ വായിക്കുന്നു 22 സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്രകാരം പറയുകയാണ്. 22 സങ്കീർത്തനത്തിൽ 14 വാക്യം. ഒഴിച്ചു കളഞ്ഞ വെള്ളം പോലെയാണ് ഞാൻ, എൻ്റെ സന്ധിബന്ധങ്ങൾ ഉലഞ്ഞിരിക്കുന്നു. 22 സങ്കീർത്തനം 14 വാക്യം. ഒഴിച്ചു കളഞ്ഞ വെള്ളം പോലെയാണ് ഞാൻ, സന്ധിബന്ധങ്ങൾ ഉലഞ്ഞിരിക്കുന്നു. എൻ്റെ ഹൃദയം മെഴുകുപോലെയായി, എൻ്റെ ഉള്ളിൽ അത് ഉരുകിക്കൊണ്ടിരുന്നു. എൻ്റെ അണ്ണാക്ക് ഓടിൻ്റെ കഷണം പോലെ വരണ്ടിരിക്കുന്നു. എൻ്റെ നാവ് അണ്ണാക്കിലൊട്ടിയിരിക്കുന്നു. അവിടുന്ന് എന്നെ മരണത്തിൻ്റെ പൂഴിയിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. നായ്ക്കൾ എൻ്റെ ചുറ്റും കൂടിയിരിക്കുന്നു. അധർമ്മികളുടെ സംഘം എന്നെ വളഞ്ഞിരിക്കുന്നു. അവർ എൻ്റെ കൈകാലുകൾ കുത്തിത്തുളച്ചു. എൻ്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി. അവർ എന്നെ തുറിച്ചു നോക്കുന്നു. അവർ എൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്നു. എൻ്റെ അങ്കിക്കായി അവർ നറുക്കിടുന്നു. കേൾക്കുന്നുണ്ടോ നിങ്ങളതൊക്കെ? നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവാചകന്മാരിലൂടെ, പിതാക്കന്മാരിലൂടെ, സങ്കീർത്തനങ്ങളിലൂടെ ദൈവം പ്രവചിച്ച ഒരു മരണയാത്രയ്ക്ക് യേശു തയ്യാറെടുക്കുകയാണ്. യേശു സ്വയം അതിനു വേണ്ടി സന്നദ്ധനാക്കുകയാണ്. ഒലിവ് മരത്തിൻ്റെ ആ തണലിൽ, ആ രാത്രിയിൽ, ആ മരത്തിൻ്റെ ചുവട്ടിൽ അവനിങ്ങനെ പൂണ്ടടക്കം കമിഴ്ന്നു കിടന്ന് അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അപ്പാ കഴിയുമെങ്കിൽ ഈ പാനപാത്രം, ഈ ക്രോധത്തിൻ്റെ പാനപാത്രം, ഈ ദൈവം നഷ്ടപ്പെടുന്ന വേദനയുടെ പാനപാത്രം കഴിയുമെങ്കിൽ ഇതൊന്ന് മാറ്റിത്തരണേ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. എൻ്റെ പ്രിയമക്കളെ, ആ രാത്രിയിൽ പട്ടാളക്കാർ അവനെ ചങ്ങലയിട്ട് പൂട്ടി. അവനെയും വലിച്ചുകൊണ്ട് അവർ ജെറുസലേമിൻ്റെ തെരുവീഥികളിലൂടെ ആ സന്ധ്യയിൽ യാത്ര ചെയ്തു. അവനെയും വലിച്ചുകൊണ്ടവർ അന്നാസിൻ്റെയും കയ്യാപ്പായുടെയും കൊട്ടാരത്തിൻ്റെ വഴിയിലൂടെ പോയ ആ സങ്കടത്തിൻ്റെ വഴി ഇപ്പോഴും ജെറുസലേമിലുണ്ട്. ആ രാത്രിയിൽ അവർ അവനെ ഒരു കിടങ്ങിനകത്ത്, ഒരു കിണറിനകത്ത് കപ്പി കെട്ടി ഇറക്കി. അവൻ കയറ് കെട്ടി അവനെ ആ കിണറിനകത്ത് ഇറക്കി അതിനകത്തിട്ടു. പ്രിയമക്കളെ, ആ രാത്രിയിൽ, ഒറ്റ രാത്രിയിൽ അവനെ 4 കോടതി വിചാരണ ചെയ്തു. അന്നാസിൻ്റെയും കയ്യാപ്പാസിൻ്റെയും കോടതി മുറിയിലെത്തിയപ്പോൾ അന്നാസിനും കയ്യാപ്പാസിൻ്റെയും മുമ്പിൽ 2 പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തെ പ്രശ്നം, സെൻഹദ്രീൻ സംഘത്തിന് യേശുവിന് മരണശിക്ഷ കൊടുക്കണമെങ്കിൽ, മരണശിക്ഷ വിധിക്കണമെങ്കിൽ, മരണശിക്ഷയ്ക്ക് അർഹമായ കുറ്റം യേശു ചെയ്തു എന്ന് തെളിയിക്കപ്പെടണം. മരണശിക്ഷയ്ക്ക് അർഹമായ കുറ്റം യേശു ചെയ്തു എന്ന് തെളിയിക്കപ്പെടണമെങ്കിൽ ലേവ്യരുടെ പുസ്തകത്തിൽ 15 കുറ്റങ്ങൾക്കാണ് മരണശിക്ഷ വിധിച്ചിരിക്കുന്നത്. ആ 15 കുറ്റങ്ങളിൽ ഏതെങ്കിലും ഒരു കുറ്റം യേശു ചെയ്തു എന്ന് തെളിയിക്കണം. എന്തൊക്കെയാണ് കുറ്റങ്ങൾ? 1, മൃഗഭോഗം, അതിന് മരണശിക്ഷ. വ്യഭിചാരം, അതിന് മരണശിക്ഷ. അപ്പനെ അമ്മയോ ശപിക്കുക, ഉപദ്രവിക്കുക, അതിന് മരണശിക്ഷ. ദൈവദൂഷണം, അതിന് മരണശിക്ഷ. ഇങ്ങനെ 15ഓളം തെറ്റുകൾക്ക് യഹൂദന്മാര് മരണശിക്ഷ അവരുടെ നിയമഗ്രന്ഥത്തിൽ ദൈവം വിധിച്ചിരുന്നു. വ്യഭിചാരം ചെയ്തെന്നോ, മൃഗഭോഗം ചെയ്തെന്നോ, ഹോമോസെക്ഷുവാലിറ്റിയിൽ ഏർപ്പെട്ടെന്നോ, അത്തരം അധാർമികതകളിൽ ഏർപ്പെട്ടെന്നോ യേശുവിനെതിരെ ഒരു തെളിവ് ഹാജരാക്കാൻ പറ്റില്ല എന്നവർ മനസ്സിലാക്കി. അതുകൊണ്ട് അവസാനത്തെ അടവെന്ന വിധത്തിൽ ദൈവദൂഷണം എന്ന ഏക ശിക്ഷ, ഏക കുറ്റം മാത്രമേ യേശുവിൽ ചുമത്താൻ പറ്റൂ. ആകെ കൂടി എന്തെങ്കിലും ചുമത്താൻ പറ്റുമെങ്കിൽ, പക്ഷേ ദൈവദൂഷണം തെളിയിക്കപ്പെടണം. സാക്ഷികൾ വന്നിട്ട് പറയാൻ തുടങ്ങി. പക്ഷേ സാക്ഷികളുടെ വിസ്താരത്തിൽ സാക്ഷിമൊഴികൾ പൊരുത്തപ്പെടാതെ വന്നു. ആ സമയത്ത് പ്രധാന പുരോഹിതൻ, ദൈവനാമത്തിൽ നിന്നോട് ഞാൻ ചോദിക്കുന്നു, പ്രധാന പുരോഹിതൻ യേശുവിനോട് ചോദിക്കുകയാണ്, ദൈവനാമത്തിൽ സത്യം ചെയ്ത് ഞാൻ നിന്നോട് ചോദിക്കുന്നു, നീ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് നീ പറഞ്ഞിട്ടുണ്ടോ? കർത്താവ് പറഞ്ഞു, അത് ഞാൻ തന്നെ, ഞാൻ തന്നെ. ഐ ആം എന്ന് പറഞ്ഞ പഴയ നിയമത്തിൽ യാവേ, യഹോവ.
ഈശോ പറയാണ്, ഞാൻ ദൈവമാണ്, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്. യെസ്, ഐ ആം. പ്രധാന പുരോഹിതന് തെളിവിൻ്റെ ആവശ്യമില്ല. പ്രധാന പുരോഹിതൻ വസ്ത്രം വലിച്ചു കീറിയിട്ട് സെൻഹദ്രീൻ സംഘത്തിലെ 68 പേർ ഒപ്പിട്ടു. ഇവനിതാ ദൈവദൂഷണം പറഞ്ഞത് ഞങ്ങൾ നേരിട്ട് കേട്ടിരിക്കുന്നു. ഒന്നാമത്തെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. രണ്ടാമത്തെ പ്രശ്നം, വധശിക്ഷ വിധിക്കാമെന്നല്ലാതെ റോമൻ പട്ടാളത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന യഹൂദന്മാർക്ക് വധശിക്ഷ നടപ്പിലാക്കാൻ പറ്റില്ല. ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിക്കാം, പക്ഷേ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അവർക്ക് കൊല്ലാൻ അനുവാദമില്ല. കൊല്ലേണ്ടത് ആരാണ്? റോമാക്കാർ വേണം കുരിശിലേറ്റാൻ, റോമാക്കാർ വേണം ഇവനെ കൊല്ലാൻ. പക്ഷേ റോമൻ നിയമത്തിൽ ദൈവദൂഷണത്തിന് വധശിക്ഷ ഇല്ല. മനസ്സിലായോ? യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് ദൈവദൂഷണത്തിന് വധശിക്ഷയുണ്ട്. അതനുസരിച്ച് ദൈവദൂഷണം പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവന് മരണശിക്ഷ സെൻഹദ്രീൻ വിധിച്ചു. പക്ഷേ റോമൻ പട്ടാളത്തിൻ്റെ, റോമൻ ഭരണകൂടത്തിൻ്റെ നിയമം അനുസരിച്ച് ദൈവദൂഷണത്തിന് വധശിക്ഷ കൊടുക്കാൻ നിയമമില്ല. അതുകൊണ്ട് പീലാത്തോസിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർ കേസ് നേരെ തിരിച്ചിട്ട് പറഞ്ഞു, ഇവൻ റോമൻ ഭരണാധികാരിയായ സീസറിനെതിരെ കലാപം ഉണ്ടാക്കി ആളെ തിരിച്ചുവിടുന്നു. ബ്ലാസ്ഫെമി എന്ന കുറ്റം മാറ്റി ട്രീസൺ എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി. എന്നിട്ട് പറഞ്ഞു, ഇവൻ ഗലീലിയക്കാരായ ആളുകളെ കൂട്ടുപിടിച്ച് വിപ്ലവം ഉണ്ടാക്കി, ഇവൻ റോമൻ പട്ടാളത്തെ, റോമൻ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന കുറ്റം, ചെയ്യാത്ത കുറ്റം യേശുവിൻ്റെ മേൽ ചുമത്തി. എന്നിട്ടവർ പീലാത്തോസിൻ്റെ അടുത്തേക്ക് യേശുവിനെ കൊണ്ടുവന്നു. പീലാത്തോസിന്റെ ഭാര്യയ്ക്ക് തലേ രാത്രിയിൽ ഒരു സ്വപ്നം ഉണ്ടായി. ആ നീതിമാനെ ഒന്നും ചെയ്യരുത്, അവൻ നീതിമാനാണ്. പീലാത്തോസിന്റെ ഭാര്യ ഒരു കത്ത് കൊടുത്തു വിട്ടു, ആ നീതിമാനെ കൊല്ലരുത്, അവൻ സ്വപ്നത്തിൽ വന്നെന്നെ ശല്യപ്പെടുത്തുന്നു. പീലാത്തോസ് ക്രൂരനാണെങ്കിലും യേശുവിനെ വിചാരണ ചെയ്തപ്പോൾ ഇവർ ആരോപിക്കുന്ന ഒരു കുറ്റവും, നിങ്ങൾ ശ്രദ്ധിക്കണം, പീലാത്തോസാണ് പറഞ്ഞത്, നിങ്ങൾ ആരോപിക്കുന്ന ഒരു കുറ്റവും ഈ മനുഷ്യൻ ചെയ്തതായി എനിക്ക് ഈ വിചാരണയിൽ ബോധ്യപ്പെടുന്നില്ല. ഇവൻ തെറ്റ് ചെയ്തിട്ടില്ല, കൊല്ലാൻ മാത്രം ഒരു തെറ്റ് ഇവന്റെ മേൽ ഞാൻ കാണുന്നില്ല. പീലാത്തോസ് പറഞ്ഞു, അതുകൊണ്ട് നിങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഇവനെ ചാട്ടവാറ് കൊണ്ട് അടിച്ചിട്ട് വിട്ടുകൊടുക്കാം, ഇവനെ വെറുതെ വിടാം. അങ്ങനെ പീലാത്തോസ് യേശുവിനെ ചാട്ടവാറ് കൊണ്ട് അടിയേൽക്കാൻ വിട്ടുകൊടുത്തു. കാരിരുമ്പിന്റെ കരുത്തുള്ള പടയാളികൾ ഒരു ഇരുമ്പ് ചങ്ങലയുടെ അറ്റത്ത് ഈയക്കട്ടകളും ഇരുമ്പാണികളും ഉരുക്കും കഷണങ്ങളും അസ്ഥി കഷണങ്ങളും ഒക്കെ ചേർത്ത് കെട്ടിയ മാരകായുധമാണ് ചാട്ട. പീലാത്തോസിന്റെ പ്രത്തോറിയത്തിന് വെളിയിൽ ഒരു കൽത്തൂണിൽ യേശുവിനെ കെട്ടിയിട്ട് ഈ കരുത്തുള്ള പടയാളി, കാർക്കശിക്കാരനായ പടയാളി അനേക തവണ യേശുവിൻ്റെ ശരീരത്തിൽ ചാട്ടവാറ് കൊണ്ട് ആഞ്ഞടിച്ചു. ഓരോ തവണ ഈ പടയാളി ആഞ്ഞടിക്കുമ്പോഴും മാംസക്കട്ടകൾ അടിക്കുന്ന ഈ പടയാളിയുടെ കൈക്കരുത്തിനൊപ്പം അവൻ കൈ തിരിച്ചെടുക്കുമ്പോൾ മാരകായുധത്തോട് ചേർന്ന് രക്തവും മാംസവും മാംസക്കട്ടയും പറഞ്ഞു പോരുന്ന മഹാവേദന സഹിച്ചുകൊണ്ട് ഈശോ അടി മുഴുവനേറ്റ് വീണ്ടും അവനെ വസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിന് മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ ഇവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞ് പീലാത്തോസ് യേശുവിനെ വെറുതെ വിടാൻ തുടങ്ങുമ്പോൾ ജനക്കൂട്ടത്തെ ഇളക്കി വിട്ടിട്ട് യഹൂദന്മാര്, സദൂക്കായര്, ഫരിസേയര് ജനക്കൂട്ടത്തെ ഇളക്കി വിട്ടിട്ട് അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അവനെ കുരിശിൽ തറയ്ക്കുക, അവനെ കുരിശിൽ തറയ്ക്കുക, അവനെ കുരിശിൽ തറയ്ക്കുക. ജെറുസലേമിൽ ജലസംഭരണി പണിയാൻ വേണ്ടി ജെറുസലേം ദേവാലയത്തിൽ നിന്ന് പണം മോഷ്ടിച്ചെടുത്തതിൻ്റെ ബാക്കിയായി യഹൂദന്മാര് കലാപം ഉണ്ടാക്കിയപ്പോൾ റോമൻ ഭരണാധികാരിയായ സീസർ പീലാത്തോസിനോട് പറഞ്ഞിരുന്നു, ഇനി ഒരിക്കൽ കൂടി യഹൂദന്മാര് നിന്റെ ഉത്തരവാദിത്തക്കുറവ് കൊണ്ട് എന്തെങ്കിലും ഒരു കലാപം ഉണ്ടാക്കിയാൽ നിന്നെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റും. പീലാത്തോസ് അപകടം മണത്തു. ജനക്കൂട്ടം ആരവം ഉതിർക്കണം, അവനെ കുരിശിൽ തറയ്ക്കുക. പീലാത്തോസ് ഈ ജനക്കൂട്ടത്തിന്റെ ആഗ്രഹത്തെ മറികടന്ന് യേശുവിനെ വിട്ടാൽ ജനം എന്തെങ്കിലും കലാപം ഉണ്ടാക്കിയാൽ പീലാത്തോസിന് സ്ഥാനം പോവും. അതുകൊണ്ട് പീലാത്തോസ് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് കൈ നന്നായിട്ട് കഴുകിയിട്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, എന്നാ വേണേലും ചെയ്തോളാൻ പറഞ്ഞു. അവസാനമായി ഒരു ശ്രമം കൂടി പീലാത്തോസ് നടത്തി.
തീവ്രവാദ സംഘടനയുടെ തലവനായിരുന്ന ബറാബാസ്. ശ്രദ്ധിച്ച് കേൾക്കണേ, ബറാബാസ്. ഞാൻ പറയുന്ന പേരുകൾ ശ്രദ്ധിക്കുക. ബർ യോന, അർത്ഥം യോനായുടെ പുത്രൻ. ബർ തിമേയൂസ്, അർത്ഥം തിമേയൂസിന്റെ പുത്രൻ. അങ്ങനാണെങ്കിൽ ബറാബാസ്, ബറാബാസ് എന്നാൽ ആബായുടെ പുത്രൻ. ബറാബാസ് എന്ന വാക്കിന്റെ അർത്ഥം പിതാവിന്റെ പുത്രൻ. ഇനി ഒന്നുകൂടെ കേട്ടോ, ബൈബിളിന്റെ പഴയകാല ചുരുളുകളിൽ, ആദ്യകാല പ്രതികളിൽ ബറാബാസിന്റെ മുഴുവൻ പേര് കൊടുത്തിട്ടുണ്ട്. കേൾക്കണോ? ബറാബാസിന്റെ മുഴുവൻ പേര് ജീസസ് ബറാബാസ്, യേശു ബറാബാസ്. ബറാബാസിന്റെ മുഴുവൻ പേര് യേശുവ ബറാബാസ് എന്ന് പറഞ്ഞാൽ ബറാബാസിന്റെ മുഴുവൻ പേര് ജീസസ് ദ സൺ ഓഫ് ദി ഫാദർ, പിതാവിന്റെ പുത്രൻ ജീസസ്. നിങ്ങൾ ശ്രദ്ധിക്കുക, നടുക്ക് പീലാത്തോസ്, ഇടതുവശത്ത് പിതാവിന്റെ പുത്രൻ ബറാബാസ്, വലതുവശത്ത് പിതാവിന്റെ പുത്രൻ യേശു. പിതാവിന്റെ പുത്രൻ, ഈ പുത്രനെ ബറാബാസ് പ്രതിനിധാനം ചെയ്യുന്ന ഈ പുത്രനെ, ഈ പുത്രന്മാരുടെ ശൃംഖലകളെ ബറാബാസ് ഏത് വരിയുടെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നു, അങ്ങനെ രക്ഷപ്പെടുത്താനുള്ള പിതാവിന്റെ പുത്രന്മാരുടെ അനന്തമായ ഒരു നിരയുടെ ആദ്യത്തെ കണ്ണിയിൽ നിൽക്കുന്ന ബറാബാസ്, പിതാവിന്റെ പുത്രൻ ജീസസ് ബറാബാസ്. ആ മക്കളെല്ലാം രക്ഷിക്കാൻ വേണ്ടി പിതാവ് അയച്ച പിതാവിന്റെ സ്വന്തം പുത്രൻ ജീസസ്. പീലാത്തോസ് ചോദിച്ചു, നിങ്ങൾക്ക് ആരെ വേണം? യേശുവിനെയോ യേശു ബറാബാസിനെയോ? ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് ബറാബാസിനെ മതി. ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ സുവിശേഷത്തിന്റെ സാരസംഗ്രഹം ദൈവത്തിൻ്റെ മക്കളായ പാപികളായ മാനവരാശിക്ക് വേണ്ടി യേശു ക്രിസ്തു പാപ പരിഹാര ബലിയായി മാറി ദൈവത്തിൻ്റെ മക്കളെ രക്ഷിച്ചു. ഇതാണ് ക്രിസ്തീയ സുവിശേഷത്തിന്റെ സാരസംഗ്രഹം. യേശു ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ മറ്റെല്ലാ മക്കളെയും രക്ഷിക്കാൻ വേണ്ടി പിതാവിൻ്റെ ഏകജാതൻ, ആദ്യജാതൻ, സ്വന്തം പുത്രൻ ബലിയായി തീർന്ന് പിതാവിൻ്റെ മറ്റ് മക്കളെ രക്ഷിച്ചു. അങ്ങനാണെങ്കിൽ ക്രിസ്തീയ സുവിശേഷ പ്രകാരം ആദ്യം രക്ഷപ്പെട്ട വിശ്വാസിയുടെ പേരാണ് ബറാബാസ്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. കർത്താവ് ഈശോ മിശിഹാ ഈ ശിക്ഷ ഏറ്റുവാങ്ങി നിൽക്കുമ്പോൾ പീലാത്തോസ് ബറാബാസിനോട് പറഞ്ഞു, പൊക്കോ, നിന്നെ വിട്ടിരിക്കുന്നു, യേശുവിനെ കുരിശിൽ തറയ്ക്കുകയാണ്. പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, ബറാബാസിനെ വിട്ടുകൊടുത്തു, യേശുവിനെ കുരിശിൽ തറയ്ക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. പീലാത്തോസ് കൈ കഴുകി ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി. ദൈവത്തിൻ്റെ കരുണയാണ്. ലോകമുള്ള കാലത്തോളം വിശ്വാസികൾ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ ഈ കൈ കഴുകി മാറിയവൻ്റെ പേര് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പൊന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. വിശ്വാസ പ്രമാണത്തിൽ ഒരു പരമപരിശുദ്ധയുടെയും പേരുണ്ട്, ഒരു മഹാഭാവിയുടെയും പേരുണ്ട്. ഇതാണ് ദൈവത്തിൻ്റെ കരുണ. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ നിങ്ങളിത്? വിശ്വാസ പ്രമാണത്തിൽ ഒരു പരമപരിശുദ്ധയുടെയും പേരുണ്ട്, ഒരു മഹാഭാവിയുടെയും പേരുണ്ട്. ഇതാണ് ക്രിസ്തീയ സുവിശേഷത്തിന്റെ അന്തസ്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരമപരിശുദ്ധരെ മാത്രമല്ല ദൈവം തൻ്റെ മക്കളാക്കി മാറ്റുന്നത്, മഹാപാപികളെയും ദൈവം തൻ്റെ മക്കളാക്കി മാറ്റുമെന്ന സുവിശേഷത്തിന്റെ ആന്തരികാർത്ഥം വിശ്വാസ പ്രമാണത്തിൽ ഇഴചേർത്ത് വെച്ചിട്ട് വിശ്വാസി ചൊല്ലുകയാണ്, പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് അവൻ പീഡകൾ സഹിച്ചു. നമ്മുടെ പൂർവ്വപിതാക്കന്മാര്, നമ്മുടെ മക്കള്, മക്കളുടെ മക്കള്, പ്രപഞ്ചമാകുന്ന ഈ ഭൂമിയാകുന്ന ഈ ജീവിതയാത്രയിൽ കടന്നു വരുന്ന സകല മക്കളും ഈ ചേട്ടന്റെ പേര് പറയും, പൊന്തിയോസ് പീലാത്തോസ്. എന്തൊരു ഭാഗ്യം. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അങ്ങനെ യേശുവിനെ കുരിശിൽ തറയ്ക്കാൻ വിട്ടുകൊടുക്കുകയാണ്. ഈ കുരിശ് യാത്രയിൽ എല്ലാം ഇനി എനിക്ക് പറയാൻ നേരമില്ല, ഞാൻ വേഗത്തിൽ പോവുകയാണ്. ഒരു കറുത്ത വർഗ്ഗക്കാരൻ യേശുവിൻ്റെ കുരിശ് ചുമക്കാൻ സഹായിച്ചു. അവൻ്റെ പേരാണ് കവറീൻകാരൻ ശിമയോൻ. ഞാൻ അന്വേഷിച്ചു പോയപ്പോൾ കവറീൻ, സൈറീൻ എന്ന് പറയുന്ന നാട് ഈജിപ്തിലാണ്. എനിക്ക് മനസ്സിലായത് ഈ മനുഷ്യൻ ഒരു കറുത്ത വർഗ്ഗക്കാരനാണ്. ഇയാൾ എന്തിനാണ് അവിടെ വന്നത്?
ഇയാൾ അവിടെ ഏതോ വാണിജ്യ ആവശ്യത്തിനോ കച്ചവടത്തിനോ വന്നതാവണം. അങ്ങനെ വന്ന ഈ മനുഷ്യൻ വഴിയിൽ ഒരു കുരിശു മരണത്തിൻ്റെ ഒരു കുറ്റവാളിയെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു യാത്ര വഴിയിലൂടെ പോകുമ്പോൾ ഇയാൾ ഇങ്ങനെ കാഴ്ചക്കാരനായിട്ട് കൈയും കെട്ടി നിന്നതാണ്. കാണാൻ വേണ്ടി നിന്നാണ്, കാണാൻ വേണ്ടി നിന്നു. ബാക്കിയെല്ലാം വെളുത്തവരാണ്, ഇവ മാത്രമേ ഉള്ളൂ കറുത്തത്. അവനിങ്ങനെ നിന്നപ്പോ യഹൂദനെ സംബന്ധിച്ച് ഏറ്റവും ഹീനമായ ശിക്ഷയാണ് കുരിശ് മരണം. അതുകൊണ്ട് കുരിശിൽ തറയ്ക്കപ്പെടാൻ പോകുന്ന കുറ്റവാളിയുടെ കുരിശിന്റെ അറ്റത്ത് യഹൂദൻ തൊടില്ല. അതുകൊണ്ട് ഒരു യഹൂദനെ നിർബന്ധിച്ചാലും ഒരു യഹൂദനും യേശുവിന്റെ കുരിശിന്റെ അറ്റത്ത് പിടിക്കില്ല. അതുകൊണ്ട് ഈ അന്യനാട്ടിൽ നിന്ന് വന്നവനെ, ഈ കറുത്ത വർഗ്ഗക്കാരനെ ചാട്ടവാറ് കാണിച്ച് പേടിപ്പിച്ച്, കത്തി കാണിച്ച് പേടിപ്പിച്ച് അവർ യേശുവിന്റെ കുരിശിന്റെ അറ്റം പിടിപ്പിച്ചു. ഇങ്ങനെ കാണാൻ വേണ്ടി നിന്നതാ ക്രിസ്തീയ സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകത. ഇങ്ങനെ കാണാൻ വേണ്ടി നിന്ന പലരും ഇപ്പോ അകത്ത് ഹല്ലേലൂയ പറഞ്ഞു നിൽപ്പുണ്ട്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇങ്ങനെ കാണാൻ വേണ്ടി വന്നതാ. കാണാൻ വേണ്ടി നിന്നവരെ പിടിച്ച് അകത്ത് മുഖ്യ സ്ഥാനം കൊടുത്തു. എന്താ സംഭവിച്ചെന്നറിയാമോ? നിർബന്ധം സഹിക്കാൻ പറ്റാതെ പടയാളിയുടെ അടിയിടിയും പേടിച്ചിട്ടാണ് ഇവൻ കുരിശിന്റെ അറ്റം പിടിച്ചത്. കുരിശിങ്ങനെ താങ്ങി 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 മുന്നോട്ട് പോകുമ്പോൾ ശിമയോൻ ഈ കുറ്റവാളിയുടെ മുഖത്തേക്ക് പലതവണ നോക്കി. കണ്ണുകളിൽ നോക്കാൻ പറ്റുന്നില്ല, മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. ഭൂമിക്ക് തരാൻ പറ്റാത്ത അഭൗമമായ, അവാച്യമായ, അവർണ്ണനീയമായ ഒരു സ്വർഗീയ പ്രഭയുടെ തേജോപൂരം ഈ മനുഷ്യന്റെ മുഖത്തുദിച്ച് സൂര്യ തേജസ് പോലെ നിൽക്കുന്നത് കണ്ടിട്ട് ആ പ്രഭാപൂരത്തിന്റെ വശ്യപ്രഭാവത്തിൽ താങ്ങാൻ പറ്റാതെ, അതിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ പലതവണ മുഖം കുനിച്ച് വീണ്ടും നോക്കി അത്ഭുതപ്പെട്ട് പ്രപഞ്ചം ഇന്നോളം കണ്ടിട്ടില്ലാത്ത, പ്രപഞ്ചത്തിൽ ഇന്നോളം പിറന്നു വീണിട്ടില്ലാത്ത, മാനവരാശി ഇന്നോളം കണ്ടിട്ടില്ലാത്തൊരു മഹാമനുഷ്യന്റെ കുരിശു ചുമക്കാനുള്ള മഹാഭാഗ്യമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഒടുവിൽ കാൽവരി മലയുടെ ആ കുരിശുമരത്തിന്റെ അടുത്ത് വരെ പോയിട്ട് അവിടെ നിന്ന് വിട്ടുപോകാൻ മനസ്സില്ലാതെ ഒടുവിൽ പടയാളികൾ തല്ലി ഓടിച്ച് വിടുന്ന ഒരു ശിമയോനെ നിങ്ങളുടെ മനസ്സിൽ കണ്ടിട്ടുണ്ടോ? ഒടുവിൽ അവനെ തല്ലി ഓടിച്ചാൽ പോലും അവൻ പോവില്ല. നിർബന്ധിച്ചാണ് പിടിച്ചിട്ടത്, തല്ലി ഓടിച്ചാൽ പോലും പോവില്ല. അതാണ് ഈ സുവിശേഷത്തിന്റെ പ്രത്യേകത. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിർബന്ധിച്ചാണ് കൊണ്ടുവന്നത്, ഇനി അടിച്ചാൽ പോലും പോവില്ല. അതാണ് ഈ സ്നേഹത്തിന്റെ പ്രത്യേകത. കൊല്ലാൻ നോക്കി, ആക്ഷേപിക്കാൻ നോക്കി, ചക്രവർത്തിമാർ നോക്കി, പ്രജാപതികൾ നോക്കി, ഭരണകൂടങ്ങൾ നോക്കി, ദേശം നോക്കി, ദേശവാസികൾ നോക്കി, കള്ളന്മാർ നോക്കി, കൊള്ളക്കാർ നോക്കി. ക്രിസ്തീയ സുവിശേഷവും കുരിശും പ്രപഞ്ചമുള്ള കാലത്തോളം ഭൂമിയുടെ നടുമുറ്റത്ത് ഉയർന്നു നിന്നിരിക്കും. കാരണം കുരിശിൽ മരിച്ചത് ഒരു മനുഷ്യനല്ല, ദൈവമാണ്. അതാണ് ഈ സുവിശേഷത്തിന്റെ പ്രത്യേകത. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഒരു മാധ്യമ വാർത്ത കണ്ടിട്ടോ, ആരെങ്കിലും ഒരാൾ കൊടി പിടിച്ചത് കണ്ടോ, എന്തെങ്കിലും ഒരു മാധ്യമ വിചാരണ കണ്ടിട്ടോ ക്രിസ്തീയ സുവിശേഷത്തിന്റെ നാമ്പ് പറഞ്ഞു പോകുമെന്നോ, ഈ തിരുനാളം കെടുമെന്നോ വിശ്വാസി ഭയപ്പെടരുത്. ഈ കുരിശ് നാട്ടിയത് മനുഷ്യനല്ല, ദൈവമാണ്. ദൈവം നാട്ടിയത് പറിക്കാൻ പരുവപ്പെട്ട, ധൈര്യമുള്ള, തൻ്റെ ഇടമുള്ള ഒരുത്തനും പ്രപഞ്ചത്തിൽ പിറന്നിട്ടില്ല, പിറക്കത്തുമില്ല. ഇത് നാട്ടിയത് ദൈവമാണ്. ഈ തിരുസഭ അത് നശിക്കില്ല. അതൊരു മാധ്യമ വാർത്ത കൊണ്ട് ഇല്ലാതാവില്ല, അതൊരു ചാനൽ ചർച്ച കൊണ്ട് ഇല്ലാതാവില്ല. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഈ ശിമയോൻ കുരിശ് ചുമന്നുകൊണ്ട് യേശുവിൻ്റെ കാൽവരിയുടെ കുരിശുമരത്തിന്റെ ചുവട് വരെ പോയി. വെറുതെ ഈ കുരിശിന്റെ അറ്റം പിടിച്ചാൽ അവനെ വെറുതെ വിടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഞാൻ ആലോചിക്കായിരുന്നു, കുറെ കാലങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ ഈ ചോദ്യം ഉണ്ടായിരുന്നു, ഈ ശിമയോൻ പിന്നെ ഇവിടെ പോയി? കുരിശിന്റെ വഴി പ്രാർത്ഥനയിൽ ചൊല്ലും നല്ലൊരു പ്രാർത്ഥന. അപ്പോൾ കൗരയംകാരനായ ശിമയോൻ വന്നു. അവൻ അലക്സാണ്ടറിന്റെയും റോപ്പോസിന്റെയും പിതാവായിരുന്നു. ആകെ കൂടി ഈ ചേട്ടനെ കുറിച്ചുള്ള അഡ്രസ്സ് ഇത്രയേ ഉള്ളൂ. പിന്നീട് ഗൗരവമായിട്ട് ബൈബിൾ വായിക്കാൻ തുടങ്ങിയ കാലത്താണ് എനിക്കത് കർത്താവ് കാണിച്ചു തന്നത്. റോമാലേഖനം 16-ാം അധ്യായത്തിൽ കുറിച്ച് വെച്ചാൽ മതി, വായിക്കാൻ നേരമില്ല. റോമർ 16:13 പൗലോസ് ലീഗ, റോമർ 16:13 പൗലോസ് ലീഗ റോമാ സഭയിലെ പേരെടുത്ത വലിയ മിഷണറിമാരുടെ, പേരെടുത്ത വിശുദ്ധരുടെ, അറിയപ്പെടുന്ന വിശുദ്ധരുടെ പേര് പറഞ്ഞ് അഭിവാദനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൗലോസ് പറയും, റൂഫസിനും അവൻ്റെ അമ്മയ്ക്കും വന്ദനം പറയണം, അവൾ എൻ്റെയും അമ്മയാണ്. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് POC ബൈബിൾ ആണെങ്കിൽ അതിൻ്റെ ഫുട് നോട്ടിൽ
റോമർ 16:13 അടിക്കുറിപ്പിൽ നിങ്ങൾ നോക്കണം. അടിക്കുറിപ്പ് നോക്കിയാൽ മർക്കോസിന്റെ സുവിശേഷത്തിലെ ഒരു വാക്യം അടിക്കുറിപ്പായിട്ട് ആ വാക്യത്തിന് ആധാരമായിട്ട് ചേർത്തിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷത്തിൽ ആ വാക്യം നിങ്ങൾ വായിച്ചാൽ അവിടെ നിങ്ങൾ വായിക്കും, കെവറിയൻകാരനായ ശിമോൻ ആ വഴി വന്നു, അവൻ അലക്സാണ്ടറിന്റെയും റോപ്പോസിന്റെയും പിതാവായിരുന്നു. റോമർ 16:13 പറയുന്ന റൂഫസും മർക്കോസിൽ പറയുന്ന റൂഫസും ഒരാളാണെന്ന് POC ബൈബിളിന്റെ അടിക്കുറിപ്പിലെ ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നു. ബൈബിൾ പണ്ഡിതന്മാർ മാത്രമല്ല, അതാണ് ചരിത്ര സത്യം. അതായത് റോമർ 16 ശ്രദ്ധിക്കുക. റോമർ 16 പൗലോസ് ലീഗ പറയുകയാണ്, റൂഫസിനും അവൻ്റെ അമ്മയ്ക്കും വന്ദനം പറയണം. അവൾ എൻ്റെയും അമ്മയാണ്. ആരാണ് ഈ അമ്മ? ശിമയോന്റെ ഭാര്യ. ആരാണ് ഈ റൂഫസ്? അതാണ് ഈ റോപ്പോസ്. അതാണ് ഈ റൂഫസ്, ശിമയോന്റെ മകൻ. വഴിവക്കിൽ നിന്ന, കച്ചവടത്തിന് വന്ന് കാഴ്ച കണ്ടുകൊണ്ട് നിന്ന ശിമയോനെ പിടിച്ച് കുരിശി യാത്രയിൽ അറ്റം പിടിപ്പിച്ച കർത്താവ്, കുരിശിന്റെ അറ്റം പിടിപ്പിച്ചവൻ ശിമയോനെ അവന്റെ മക്കളെയും വെറുതെ വിടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? റോമാ സഭ, ആദിമ സഭയിൽ ശക്തമായിട്ട് രക്തസാക്ഷികൾക്ക് ജന്മം നൽകിയ റോമാ സഭയിലെ പ്രഗത്ഭനായ വിശുദ്ധനായി, പ്രഗത്ഭനായ നേതാവായി റൂഫസും, പ്രഗത്ഭയായ ഒരു മാന്യ വനിതയായി റൂഫസിന്റെ അമ്മയും ശിമയോന്റെ ഭാര്യയും. പൗലോസ് ലീഗ പറയാണ്, അവർക്ക് അഭിവാദനം പറയാൻ മറക്കല്ലേ, അവൾ എന്റെയും അമ്മയാണ്. ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവിന്റെ കുരിശുമരത്തിന്റെ ഭാഗമാവാൻ വന്ന വിശ്വാസി, നിന്റെ തലമുറയെ ദൈവം വെറുതെ വഴിയാധാരമാക്കി വിടുമെന്ന് നീ വിചാരിക്കരുത്. നീ കുരിശിന്റെ അറ്റം പിടിച്ചാൽ നിന്റെ മക്കളെ ദൈവം വലിയവരാക്കും. ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അങ്ങനെ ഈ കറുത്ത വർഗ്ഗക്കാരൻ കുരിശിന്റെ പിന്നാമ്പുറത്ത് അവൻ കുരിശിന്റെ അറ്റം പിടിച്ച് അവൻ യാത്രയായി. യേശുവിൻ്റെ കുരിശ് യാത്ര കാൽവരി മലയുടെ നെറുകയിലെത്തി. യേശുവിൻ്റെ വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞു മാറ്റി പൂർണ്ണ നഗ്നനായിട്ടാണ് യേശു കുരിശിൽ മരിക്കുന്നത്. പെറ്റ തള്ളയുടെ മുമ്പിലും, തന്നെ സ്നേഹിച്ച സ്ത്രീജനങ്ങളുടെ മുമ്പിലും, സ്വന്തം അരുമ ശിഷ്യന്റെ മുമ്പിലും, സ്വന്തം കൈത്തലം കൊണ്ടുപോലും നാണം മറക്കാൻ നിവൃത്തിയില്ലാതെ പരിപൂർണ നഗ്നനായി മാനാഭിമാനങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ട് ഒരു തരി ഭക്ഷണം കഴിക്കാതെ, തലേ രാത്രി 8 മണിക്ക് ഭക്ഷണം കഴിച്ച ഈശോ പിറ്റേന്ന് 3 മണിക്ക് കുരിശിൽ മരിക്കുന്നവരെ ഒരു തരി ഭക്ഷണം കഴിക്കാതെ, ഒരു തുള്ളി വെള്ളം കുടിക്കാതെ പൂർണ്ണ നഗ്നനായിട്ട് കൈത്തണ്ടയിൽ ആണിയടിക്കപ്പെട്ട് ശരീരം മുഴുവൻ കീറി മുറിക്കപ്പെട്ട് കുരിശിൽ കിടന്നുകൊണ്ട് 6 മണിക്കൂർ യേശു കുരിശിൽ കിടന്നു. 9 മണിക്ക് യേശുവിനെ കുരിശിൽ തറച്ചു. 3 മണിക്ക് യേശു മരിക്കുന്നു. 6 മണിക്കൂർ യേശു കുരിശിൽ കിടക്കുന്നു. ആ കുരിശിൽ കിടന്ന ആദ്യത്തെ 3 മണിക്കൂർ യേശു മറ്റുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാകുന്നു. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ ആണിയടിച്ചവരുടെ മുഖത്ത് നോക്കുകയാണ്. കുന്തം കൊണ്ട് കുത്താൻ കാത്തു നിൽക്കുന്നവന്റെ മുഖത്ത് നോക്കുകയാണ്. തുപ്പിയവരുടെ മുഖത്ത് നോക്കുകയാണ്. മുഖത്തടിച്ചവരുടെ മുഖത്ത് നോക്കുകയാണ്. ഞാങ്ങണ കൊണ്ട് മുതുകത്തും പുറത്തും മുഖത്തും അടിച്ചവരുടെ, മീഖ 5-ാം അധ്യായത്തിലെ പ്രവചനം പൂർത്തിയാക്കിയവരുടെ മുഖത്ത് നോക്കുകയാണ്. തുപ്പിയവരുടെ മുഖത്ത് നോക്കുകയാണ്. ഉപദ്രവിച്ചവരുടെ മുഖത്ത് നോക്കുകയാണ്. പരിഹസിച്ചവരുടെ മുഖത്ത് നോക്കുകയാണ്. ആ മുഖങ്ങളെല്ലാം ആ മിഴികൾക്ക് മുമ്പിൽ തെളിയുമ്പോൾ ഈശോ പറയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. 1. രണ്ടാമതായിട്ട്, കർത്താവ് ഈശോ മിശിഹ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ആദ്യത്തെ 3 മണിക്കൂറിൽ കർത്താവ് നോക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു വശത്ത് ഒരു കള്ളൻ കിടന്നിട്ട്, പ്രഭോ, നീ നിന്റെ രാജ്യത്തിലെത്തുമ്പോൾ എന്നെ മറന്നുപോലെ, എന്നെ ഓർക്കണേ എന്ന് പറഞ്ഞ് കരയുമ്പോൾ ആ കള്ളന്റെ മുഖത്തേക്ക് സ്നേഹത്തോടെ നോക്കിയിട്ട് കർത്താവ് പറയാണ്, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസായിൽ ആയിരിക്കും. ഈശോ വീണ്ടും നോക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരമ്മ, കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, കരഞ്ഞ് തോരാത്ത കണ്ണുനീർമഴയിൽ കുളിച്ച് കുതിർന്ന് നിൽക്കുന്ന അമ്മയെ നോക്കിയിട്ട് ഈശോ പറഞ്ഞു, സ്ത്രീയെ, ഉൽപ്പത്തി 3:15 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പരിശുദ്ധാത്മാവ് പ്രവചിച്ച സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. യോഹന്നാൻ, കുരിശിന്റെ വീട്ടിലാകെ അവശേഷിച്ച ശിഷ്യൻ, സഭയുടെ ഏക പ്രതിനിധി, തിരുസഭ ആയി രൂപപ്പെടാൻ പോകുന്ന ഒരു മഹാജനതയുടെ ആദ്യത്തെ കണ്ണി യോഹന്നാൻ. ആ കണ്ണിയുടെ കയ്യിലേക്ക് മാതാവിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, തിരുസഭയുടെ അവശേഷിക്കുന്ന പ്രതിനിധി യോഹന്നാനെ, ഇതാ നിങ്ങളുടെ അമ്മ, ഇതാ നിന്റെ അമ്മ. അമ്മയെ പിടിച്ച് യോഹന്നാനെ ഏൽപ്പിച്ചു.
യോഹന്നാനോട് പറഞ്ഞു, കരഞ്ഞും തകർന്നും തളർന്നും പരിതപിച്ച് നിൽക്കുന്ന ഈ അനുജനോട് പറഞ്ഞു, യോഹന്നാൻ ഇതാ നിന്റെ അമ്മ. അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ ഇതാ നിന്റെ മകൻ. കുരിശിൽ കിടന്ന ആദ്യത്തെ 3 മണിക്കൂർ യേശു പടയാളികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അമ്മയെ ഏൽപ്പിച്ചു, യോഹന്നാനെ അമ്മയെ ഏൽപ്പിച്ചു, യോഹന്നാന്റെ കയ്യിൽ അമ്മയെ, അമ്മയുടെ കയ്യിൽ യോഹന്നാനെ ഏൽപ്പിച്ചു കൊടുത്തു. കിടന്ന യേശുവിൻ്റെ ഒരു വശത്ത് കിടന്ന കള്ളന് ആശ്വാസം കൊടുത്തു, പറുദീസയിലായിരിക്കുമെന്ന് പറഞ്ഞു. എല്ലാവരും ചുറ്റുമുള്ളവരെല്ലാം ആശ്വസിപ്പിക്കുകയാണ്. ആദ്യത്തെ 3 മണിക്കൂർ. പ്രിയപ്പെട്ടവരെ, 12 മണിയായി. ഇനി അടുത്ത 3 മണിക്കൂർ ഈശോ മഹാവേദനയിലൂടെ ഈശോ തന്നിലേക്ക് തിരിയുകയാണ്. സഹിക്കാൻ പറ്റാത്ത വേദനയിലേക്ക് ഈശോ തന്നെ വലിച്ചെറിഞ്ഞു കൊടുക്കുകയാണ്. സഹിക്കാൻ പറ്റാത്ത വേദന. കർത്താവ് കിടന്ന് നിലവിളിക്കുകയാണ്, ഈ പാനപാത്രം അകന്നു പോകണമേ എന്നാണ് തലേ രാത്രി പ്രാർത്ഥിച്ചത്. ഊണിൽ ഉറക്കത്തിൽ ഒറ്റ നാമമേ ഉണ്ടായിരുന്നുള്ളൂ, അബ്ബാ 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 അബ്ബാ. ഒരു കുഞ്ഞ് ഡാഡി, അപ്പച്ച, പപ്പ എന്ന് വിളിക്കുന്ന, അച്ചാച്ച എന്ന് വിളിക്കുന്ന ഒരു ബയോളജിക്കൽ ഫാദറിനെ കുഞ്ഞ് വിളിക്കുന്ന പേരായിരുന്നു അബ്ബാ 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 അബ്ബാ. ഇങ്ങനെയാണ് ഈശോ വിളിച്ചിരുന്നത്, അബ്ബാ. ഈശോയുടെ വായിൽ നിന്ന് പുറത്തു വന്ന വാക്കുകളെ വിശകലനം ചെയ്തിട്ടുള്ള ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നു, യേശുവിന്റെ വായിൽ നിന്ന് ഏറ്റവും കൂടുതൽ പുറത്തു വന്ന വാക്ക് അബ്ബാ. ഈശോ തുടങ്ങിയത് അങ്ങനെയാണ്. ഈശോ അന്വേഷിച്ച് അമ്മയും വളർത്തുപിതാവും കൂടെ വരുമ്പോ ഈശോ പറഞ്ഞതായി സുവിശേഷങ്ങൾ രേഖപ്പെടുത്തുന്ന ആദ്യത്തെ വാക്യം, സുവിശേഷത്തിലെ ആദ്യത്തെ വാക്യം, ഈശോയുടെ വായിൽ നിന്ന് വരുന്ന ആദ്യത്തെ വാക്യം സുവിശേഷം രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്, എന്തിനാണ് അമ്മേ, എന്തിനാണ് അപ്പ നിങ്ങൾ എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ അബ്ബായുടെ കാര്യത്തിൽ വ്യാപൃതനാവേണ്ടതാണെന്ന് അറിഞ്ഞൂടെ? മരിക്കുന്നത് എങ്ങനെയാണ്? ഈശോ കുരിശിൽ മരിക്കുന്നതിന് മുമ്പ് അവസാനമായി സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം, എല്ലാം പൂർത്തിയായി, അബ്ബാ നിന്റെ കരങ്ങളിൽ എൻ്റെ പ്രാണനെ ഞാൻ സമർപ്പിക്കുന്നു. തുടങ്ങിയത് അബ്ബാ, ഒടുങ്ങിയത് അബ്ബാ. അതിനിടയ്ക്ക് ബൈബിൾ വിശകലനം ചെയ്തവർ പറയുന്നു, 1000കണക്കിന് തവണ ഈശോയുടെ വായിൽ നിന്ന് വന്നുകൊണ്ടേയിരുന്നു അബ്ബാ 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 അബ്ബാ. അങ്ങനെ അബ്ബാ എന്ന് മാത്രം വിളിച്ച് ശീലിച്ച കർത്താവ് ഈശോ മിശിഹ ജീവിതത്തിൽ ആദ്യമായിട്ട് വിളിച്ചു, ഓ മൈ ലോർഡ്, ഓ മൈ ലോർഡ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, ഹേലി ഹേലി. എന്താ അങ്ങനെ വിളിക്കാൻ കാര്യം? അങ്ങനെ വിളിക്കാൻ ഒരു കാര്യമുണ്ട്, ഇത് പാപിയുടെ നിലവിളിയാണ്. ഏലി ഏലി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, ഓ മൈ ലോർഡ്, ഓ മൈ ലോർഡ്. അവസാനത്തെ 3 മണിക്കൂർ സഹിക്കാൻ പറ്റാത്ത വേദന, സഹിക്കാനാവാത്ത വേദന. ആ വേദനയിൽ കരഞ്ഞ് കർത്താവ് വിളിച്ചു, എലി എലി ലമാ സബക്താനി. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ടാണ് നീ എന്നെ കൈവിട്ടത്? ചോദ്യത്തിന് ഉത്തരവില്ല, പിതാവിൻ്റെ അനക്കമില്ല, നിഴലനക്കം പോലും ഇല്ല, ഒരടയാളമില്ല, ഒരു ഉത്തരവില്ല. എല്ലാം നഷ്ടപ്പെട്ടു, ഒന്നുമില്ല, ആരുമില്ല, കൂട്ടിനാരുമില്ല, സഹായിക്കാൻ ആരുമില്ല. ഭൂമി സമ്മാനിച്ചത് മുഴുവൻ വേദന, കൂടെ കൂട്ടിയവർ മുഴുവൻ തന്നത് വേദന, കൂടെ കൂട്ടിയവർ മുഴുവൻ തന്നത് തിരസ്കാരം. തോരാത്ത കണ്ണുനീരിന്റെ പേമഴ ചില്ലുമഴ പോലെ ചങ്കിനകത്തേക്ക് കുത്തി 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 ഇറങ്ങി. അതൊരു മഹാവേദനയാവുമ്പോ, ഓ മൈ ലോർഡ്, ഓ മൈ ലോർഡ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അങ്ങനെ നിലവിളിച്ച് കരഞ്ഞു, ഒരു ഉത്തരവില്ല. അവസാനം ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ആ പിതാവിന്റെ സ്നേഹം ഒരിക്കൽ കൂടി ഹൃദയത്തിലേക്ക് വരുമ്പോൾ അവൻ നിലവിളിച്ച് പറയുന്നു, എല്ലാം പൂർത്തിയായി, എല്ലാം പൂർത്തി, എവരിതിങ് ഈസ് ഫിനിഷ്ഡ്, എല്ലാം പൂർത്തിയായി, അബ്ബാ. യോഹന്നാന്റെ സുവിശേഷം വ്യാഖ്യാനിക്കുന്ന ബൈബിൾ പണ്ഡിതന്മാര് പറയുന്നു, ഒരു വിജയിച്ചു വരുന്ന രാജാവിന്റെ വിജയഭേരിയാണത്. അബ്ബാ അബ്ബാ, നിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അവൻ തല ചായ്ച്ച് മരിച്ചു. അബ്ബാ, നിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഹൃദയം തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവൻ കുരിശിൽ തല ചായ്ച്ച്, അവൻ്റെ തോളിൽ തല ചായ്ച്ച് മരിച്ചു. പ്രിയപ്പെട്ടവരെ, ആകാശം ഇരുണ്ടു, സൂര്യൻ ഇരുണ്ടു, സൂര്യന്റെ പ്രകാശം അസ്തമിച്ചു, ഭൂമിയിലെങ്ങും ഇരുട്ടായി, ഭൂമി കുലുങ്ങി, പാതാളത്തിന്റെ അടിത്തറ കുലുങ്ങി, മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു, ദേവാലയത്തിന്റെ അടിത്തറ കുലുങ്ങി,
അതിവിശുദ്ധ സ്ഥലത്തെ മറച്ചിരുന്ന തിരശ്ശീല മുകളറ്റം മുതൽ താഴറ്റം വരെ രണ്ടായി കീറി. പ്രപഞ്ചം നടുങ്ങി, പ്രപഞ്ച ശക്തികൾ കണ്ണടച്ചു. പ്രപഞ്ചത്തിന്റെ അധിനാഥൻ കുരിശിൽ മരിച്ചു. അന്ന് സന്ധ്യയ്ക്ക് ചേതനേറ്റ മകന്റെ മൃതദേഹത്തെ മാറോട് ചേർത്ത് പിടിച്ച് കരയുന്ന ഒരമ്മ മകന്റെ മൃതദേഹത്തെ ചേർത്ത് പിടിക്കും മുമ്പ്, കുരിശിൽ നിന്ന് യേശുവിന്റെ മൃതദേഹം താഴെ ഇറക്കും മുമ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാബത്ത് ദിവസമാണ് പിറ്റേന്ന്. ശവശരീരങ്ങൾ കുരിശിൽ കിടക്കാൻ പാടില്ല. അത് താഴെ ഇറക്കാൻ വേണ്ടി യഹൂദന്മാർ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് താഴെ ഇറക്കാൻ അനുവാദം കൊടുത്തു. അപ്പോൾ പടയാളികൾ വന്നിട്ട് ഇവർ പെട്ടെന്ന് മരിക്കാൻ വേണ്ടി യേശുവിൻ്റെ കൂടെയുള്ള 2 കുറ്റവാളികളുടെയും കണ്ണങ്കാലുകൾ തകർത്തു. അവർ വേഗം മരിച്ചു. യേശുവിനെ നോക്കിയപ്പോൾ ഈശോ നേരത്തെ മരിച്ചിരിക്കുന്നു എന്ന് കണ്ടതിനാൽ അവൻ്റെ കണ്ണങ്കാലുകൾ തകർത്തില്ല. ഈശോ നേരത്തെ മരിച്ചിരുന്നു എന്ന് കണ്ടതിനാൽ അപ്പോൾ പടയാളികളിൽ ഒരുവൻ, ശ്രദ്ധിക്കണേ, അപ്പോൾ പടയാളികളിൽ ഒരുവൻ കുന്തമെടുത്ത് അവൻ്റെ ചങ്കിലേക്ക് കുത്തി ഇറക്കി. യോഹന്നാൻ എഴുതുന്നു, അവിടുന്ന് രക്തവും വെള്ളവും അണ പൊട്ടി ഒഴുകി. ഗഷ്ട് ഫോർത്ത്, അതാണ് വാക്ക്. എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചീറ്റി ഒഴുകി എന്നാണ്, ഊറി വന്നെന്നല്ല. അവൻ്റെ ഹൃദയത്തിൽ നിന്ന് രക്തവും വെള്ളവും അണ പൊട്ടി ഒഴുകി. തിരുസഭ രൂപപ്പെട്ടു. പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നു, തിരുസഭ യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് അണപൊട്ടി ഒഴുകി ഇറങ്ങി വന്നു. ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഈശോ മിശിഹ കുരിശിൽ ഈശോ മരിക്കുന്നത് വിണ്ട് കീറിയ തുറന്നു വെച്ച ഒരു ഹൃദയവുമായിട്ട്. എന്നെ ശ്രദ്ധിക്കണം, തുറന്നു വെച്ച ഒരു ഹൃദയം, കുത്തി കീറിയ ഒരു പടയാളി. അപ്പൊ അവന്റെ ഹൃദയം പിളർന്നു. അങ്ങനെ പിളർന്ന് മുറിഞ്ഞിരിക്കുന്ന ഒരു ഹൃദയവുമായിട്ട് ഈശോ മരിച്ചു. അവന്റെ ഹൃദയം ഇങ്ങനെ തുറന്നിരിക്കുകയാണ്. ആ തുറന്ന ഹൃദയത്തിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. മാനവരാശിയെ മുഴുവൻ വിശുദ്ധീകരിക്കുന്ന അവന്റെ രക്തം മാനവരാശിയെ മാമോദീസായിൽ മുക്കുന്ന അവന്റെ ചങ്കിൽ നിന്നൊഴുകിയ ജലം. പ്രിയപ്പെട്ട മക്കളെ, ഈ രക്തവും വെള്ളവും നൂറ്റാണ്ടുകളായി, കഴിഞ്ഞ 2000 വർഷങ്ങളായി യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഞാനിത് അവസാനിപ്പിക്കുകയാണ്, ശ്രദ്ധിക്കുക. അതായത് ഒടുവിൽ നമ്മൾ ചോദിക്കുന്ന അവസാനത്തെ ചോദ്യം, പ്രധാനപ്പെട്ട ചോദ്യം, ഈശോയെ ആരാണ് വധിച്ചത്? ആരാണ് യേശുവിനെ വധിച്ചത്? അന്നാസ്, കയ്യാപ്പാസ്, പീലാത്തോസ്, യഹൂദന്മാർ, വിജാതീയർ, റോമൻ പട്ടാളം, യൂദാസ്, ആരാണ് യേശുവിനെ വധിച്ചത്? പ്രിയപ്പെട്ടവരെ, ഇന്നലെയും ഇന്നുമായുള്ള നമ്മുടെ അന്വേഷണത്തിൽ നമ്മൾ എത്തിച്ചേരുന്ന ഉത്തരം, ആരാണ് യേശുവിനെ വധിച്ചത്? യേശു മരിക്കാൻ കാരണമായത് ആരാണ്? ആരാണ് യേശുവിനെ ഈ മരണത്തിന് വിട്ടുകൊടുത്തത്? അതാണ് യെശയ്യാ പ്രവചനം 53-ാമത്തെ അധ്യായത്തിൽ. യെശയ്യാ 53:9 ഉച്ചത്തി വായിക്കണം. യെശയ്യാ 53:9. അവൻ ഒരതിക്രമവും ചെയ്തില്ല, അവൻ്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടില്ല, എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെ ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവന് ക്ഷതമേൽക്കണമെന്നത്, വായിക്കാമോ? അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിൻ്റെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. ആരാണ് യേശുവിനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്? ദൈവം. ആരാണ് മരണത്തിലേക്ക് യേശുവിനെ വിട്ടുകൊടുത്തത്? ദൈവം. പ്രിയപ്പെട്ട മക്കളെ, ഇതാണ് യോഹന്നാൻ എഴുതുന്നത് 3:16. തന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാനായി തൻ്റെ ഏകജാതനെ വിട്ടുതരാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഒറ്റ മിനിറ്റ് ശ്രദ്ധിക്ക്. അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തിരുവെഴുത്തുകളിൽ എഴുതി വച്ചിരുന്നത്, പ്രവാചകന്മാർ പ്രവചിച്ചത്, സങ്കീർത്തനങ്ങൾ എഴുതി ഒളിച്ചു വെച്ചിരുന്നത്, പഴയ നിയമ പുസ്തകത്തിന്റെ താളുകളിൽ മറഞ്ഞു കിടന്നത് യേശുക്രിസ്തുവിന്റെ കുരിശുമരണം. ആ കുരിശുമരണത്തിന്റെ തീയതി തീരുമാനിച്ചത്, കാലം തീരുമാനിച്ചത്, സമയം തീരുമാനിച്ചത്, സ്ഥലം തീരുമാനിച്ചത്, സാഹചര്യങ്ങൾ തീരുമാനിച്ചത് എല്ലാം യേശു തന്നെയായിരുന്നു. യേശു തന്നെയായിരുന്നു. യഹൂദരെ കുറ്റപ്പെടുത്തണ്ട, വിജാതിയരെ കുറ്റപ്പെടുത്തണ്ട, പടയാളികളെ കുറ്റപ്പെടുത്തണ്ട, യൂദാസിനെ കുറ്റപ്പെടുത്തണ്ട. ഇതെല്ലാം യേശു സ്വയം ക്രമീകരിച്ച, ദൈവം ഒരുക്കിയ ഒരു മഹാപദ്ധതിയുടെ ഭാഗമായിരുന്നു. അതിനൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. സുവിശേഷത്തിൻ്റെ സാരസത്ത ശ്രദ്ധിച്ചു കേൾക്കുക. അതിനൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഞാനും നീയും
നരകത്തിക്കോ സാത്താൻ്റെ പിടിയിലോ അമരാൻ പാടില്ലെന്ന് ദൈവം തീരുമാനിച്ചതുകൊണ്ട് നമ്മെ വീണ്ടെടുക്കാൻ ദൈവം തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഒന്ന് എഴുന്നേറ്റ് വന്നേ. എൻ്റെ പ്രിയ മക്കളെ, പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിക്കപ്പെട്ടവനെ കുറിച്ചല്ലാതെ മറ്റൊന്നും നിങ്ങൾ അറിയേണ്ടതില്ലെന്ന് ഞാൻ വിചാരിച്ചു. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായ ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നും നിങ്ങൾ അറിയേണ്ടതില്ലെന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ രാത്രിയിൽ യേശുവിൻ്റെ കുരിശ് മരണത്തെ നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. ഈശോ കുരിശിൽ മരിച്ചതിനെ നമ്മൾ ചിന്തിക്കുകയായിരുന്നു. ആ കുരിശ് മരണത്തിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എൻ്റെയും നിൻ്റെയും വീണ്ടെടുപ്പ്. അവൻ്റെ മുറിവുകളാൽ നാം സൗഖ്യം പ്രാപിച്ചു, അവൻ്റെ രക്തത്താൽ നമുക്ക് മോചനം കിട്ടി. നമ്മളൊരു 10-15 മിനിറ്റ് ഈശോയെ ആരാധിക്കാൻ പോവുകയാണ്. അതിശക്തമായി ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താൻ പോവുകയാണ്. നമ്മൾ ഈ ആരാധനയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായും നമ്മളെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ കർത്താവ് ചോദിച്ച ചോദ്യമില്ലേ, നിങ്ങൾക്ക് ആരെ വേണം, യേശുവിനെയോ ബറാബാസിനെയോ? ഈ രാത്രിയിൽ നമുക്ക് ഉത്തരം കൊടുക്കാം, കർത്താവേ, ഞങ്ങൾക്ക് നിന്നെ വേണം, ഞങ്ങൾക്ക് നിന്നെ മതി, ഞങ്ങൾക്ക് നിന്നെ വേണം, ഞങ്ങൾക്ക് യേശുവിനെ വേണം. ഞങ്ങൾ യേശുവിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ യേശുവിന് വേണ്ടി ഹൃദയം തുറക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, പിളർന്ന് കയറിയ ഒരു ഹൃദയം, മുറിഞ്ഞ് തുറന്നിരിക്കുന്ന ഒരു ഹൃദയം, ആ ഹൃദയമാണ് വിശുദ്ധ കുർബാന. ആ ഹൃദയമാണ് വിശുദ്ധ കുർബാന. ആ വിശുദ്ധ കുർബാനയിൽ ഒരു ഹൃദയം ഇങ്ങനെ പിളർന്നിരിപ്പുണ്ട്.